ഹൈവേ മെറ്റീരിയൽസ് ആൻഡ് ടെസ്റ്റിംഗ് എന്നുള്ള ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഹൈവേ മെറ്റീരിയൽസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? നമ്മൾ റോഡൊക്കെ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ റോഡിൻ്റെ പണിയൊക്കെ നടക്കുന്ന കണ്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതിൽ ഹൈവേ മെറ്റീരിയൽസ് എന്തൊക്കെയായിരിക്കും? നമ്മുടെ കോഴ്സ് അഗ്രിഗേറ്റ് കാണും അല്ലേ? അതുപോലെ ഫൈൻ അഗ്രിഗേറ്റ് കാണും. പിന്നെ എന്ത് കാണും? പിന്നെ നമ്മൾ എന്തെങ്കിലും ഈ മണ്ണ് പോലുള്ള മെറ്റീരിയൽസ് ഫില്ലിംഗ് ആയിട്ട് യൂസ് ചെയ്യും ഇല്ലേ? അതുപോലെ തന്നെ നമ്മുടെ ബിറ്റുമിൻ യൂസ് ചെയ്യും, സിമെൻറ്റ് കോൺക്രീറ്റ് പേയ്മെൻറ്റ്സ് ഉണ്ട് അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള മെറ്റീരിയൽസ് ഒക്കെ നമ്മുടെ റോഡ് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ റോഡ് കൺസ്ട്രക്ട് ചെയ്യുന്നത് എവിടാണ്? എന്തിലാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്? ആ കൺസ്ട്രക്ട് ചെയ്യുന്ന സർഫസിന് അല്ലെങ്കിൽ നാച്ചുറൽ ഫൗണ്ടേഷൻ ഓർ ഫില്ല് ഓവർ വിച്ച് ഡയറക്ട്ലി റിസീവ്സ് അല്ലെങ്കിൽ വിച്ച് റിസീവ്സ് ഡയറക്ട്ലി ദ ലോഡ് ഫ്രം ദ പേയ്മെൻറ്റ്. നമ്മുടെ ടോട്ടൽ പേയ്മെൻറ്റിൻ്റെ ലോഡ് ഡയറക്റ്റായിട്ട് റിസീവ് ചെയ്യുന്ന ആ സർഫസിന് പറയുന്ന പേരെന്താണ്? സബ്ഗ്രേഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, സബ്ഗ്രേഡ്. ഓക്കെ, ഇനിയും നമ്മൾ സൈറ്റിലൊക്കെ പോകുമ്പം ഇങ്ങനെ സബ്ഗ്രേഡ്, സബ് ബേസ് അങ്ങനെയൊന്നും ആയിരിക്കത്തില്ല പറയുക. ഓക്കെ, നമ്മുടെ ടോപ്പ് സർഫസിനെ നമ്മൾ വിയറിംഗ് കോഴ്സ് അല്ലെങ്കിൽ ബിറ്റുമിൻ ആണെങ്കിൽ ബിറ്റുമിനസ് BT കോഴ്സ് അല്ലെങ്കിൽ ടോപ്പ് സർഫസിനെ അങ്ങനെ പറയും. അടുത്തത് G2 എന്നായിരിക്കും പറയാം. ഓക്കെ, G2. അടുത്തതിന് G3 എന്നായിരിക്കും പറയാം. അത് കഴിഞ്ഞിട്ടുള്ള സർഫസിന് GSB എന്നായിരിക്കും പറയാം. ഓക്കെ, അപ്പോൾ ഈ GSB എന്ന് പറയുന്നത് അറൗണ്ട് ഒരു 15 സെൻറ്റിമീറ്റർ കാണും. ഇതെന്ന് പറയുന്നത് ഒരു 7.5 കാണും. ഇതൊരു 7.5 കാണും. ഓക്കെ, പിന്നെ ഒരു വിയറിംഗ് കോഴ്സ് എനിക്ക് അറൗണ്ട് ഒരു 2.5 mm 5 mm അറൗണ്ട് 5 അറൗണ്ട് വരും. ഓക്കെ, അപ്പോൾ അങ്ങനെ ടോട്ടലാണ് നമ്മുടെ 2.5 or 5 അറൗണ്ട് കേട്ടോ. അത്ര അങ്ങനെയാണ് ടോട്ടൽ നമുക്കൊരു സിമെൻറ്റ് കോൺ അല്ലെങ്കിൽ ഒരു ബിറ്റുമിനസ് പേയ്മെൻറ്റ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അറൗണ്ട് അത്രയും തിക്നെസ് ഒക്കെയാണ് നമുക്ക് വരുന്നത്. 32 സെൻറ്റിമീറ്റർ 35 സെൻറ്റിമീറ്റർ അറൗണ്ട് തിക്നെസ് വരും. 32.5 ആണ്, 32.5 അറൗണ്ട് വരും. ഓക്കെ, ഇനിയും ഈ GSBക്കും താഴെ അല്ലെങ്കിൽ വരുന്ന ആ ഒരു സർഫസിനാണ് നമ്മൾ സബ്ഗ്രേഡ് എന്ന് പറയുന്നത്. ഓക്കെ, സബ്ഗ്രേഡിൻ്റെ മേളിൽ എന്ത് കാണും? സബ് ബേസ് കാണും. സബ് ബേസിൻ്റെ മേളിൽ വെസ്റ്റ് ചെയ്യുന്ന ആരാണ്? ബേസ് കോഴ്സാണ്. ഓക്കെ, ബേസ് കോഴ്സിന് മുകളിലായിരിക്കും എന്ത് വരിക? നമ്മുടെ വിയറിംഗ് കോഴ്സ് വരിക. ഓക്കെ, ഇനി ഫങ്ഷൻസ് ഓഫ് സബ്ഗ്രേഡ്. സബ്ഗ്രേഡ് നമ്മൾ കൊടുക്കുമെന്ന് പറഞ്ഞല്ലേ, ഫൗണ്ടേഷൻ പോലെ കൊടുക്കും. അപ്പോൾ ഇത് എന്ത് ചെയ്യും? ഇറ്റ് പ്രൊവൈഡ് ആഡിക്വേറ്റ് സപ്പോർട്ട് ടു അവർ പേയ്മെൻറ്റ്. നമ്മുടെ പേയ്മെൻറ്റിന് ആഡിക്വേറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് കൊടുക്കും. ഓക്കെ, ഇപ്പം നോക്കിയേ, അപ്പം നല്ല സപ്പോർട്ട് കൊടുക്കണമെങ്കിൽ അത് എന്തായിരിക്കണം? അത്യാവശ്യം നല്ല കോമ്പാക്റ്റഡ് ആയിരിക്കണം അല്ലേ? അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റോളർ പോലുള്ള മെഷീൻസൊക്കെ യൂസ് ചെയ്തിട്ട് ഇതിനെ നന്നായിട്ട് കോമ്പാക്ട് ചെയ്ത് വെക്കും. ഓക്കെ, ഇനി എന്താണ്? It should be sufficiently stable under adverse climate and loading condition. Climatic and loading condition. അപ്പം നമ്മുടെ ക്ലൈമാറ്റിക് കണ്ടീഷനോ ലോഡിങ് കണ്ടീഷനോ ഒക്കെ മാറുന്നതിനനുസരിച്ചിട്ട് എന്താ ഇവന് സ്റ്റേബിൾ ആയിരിക്കണം. ക്ലൈമറ്റ് കണ്ടീഷൻ അനുസരിച്ചിട്ട് സ്റ്റേബിൾ അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമുക്ക് വണ്ടി എല്ലാ ഓൾ വെതർ കണ്ടീഷനിൽ നമുക്ക് വണ്ടി അതിനെ കൂടെ ഓപ്പറേറ്റ് ചെയ്ത് പോകാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പോൾ എന്തായിരിക്കണം? അത് ആ ഒരു സബ് ബേസും സബ്ഗ്രേഡ് എന്ന് പറയുന്നത് സഫീഷ്യൻ്റ്ലി സ്റ്റേബിൾ ആയിരിക്കണം ഏത് ക്ലൈമാറ്റിക് കണ്ടീഷൻ വന്നാലും. ഓക്കെ, അപ്പോൾ ഇത് നോക്കിയേ, ഇതാണ് നമ്മുടെ സർഫസ് കോഴ്സ്, ബേസ് കോഴ്സ്, സബ് ബേസ്, സബ്ഗ്രേഡ്. കണ്ടോ? ഇത്രയും ഒരു ഇതാണ് ഒരു റോഡ് ക്രോസ് സെക്ഷനിൽ വരിക. ഓക്കെ, ഇനി അടുത്തത് ടെസ്റ്റ് ഫോർ സബ്ഗ്രേഡ് സോയിൽ. അപ്പം നമ്മൾക്ക് ഈ സബ്ഗ്രേഡ് ഒരു സോയിൽ ഉണ്ടെന്ന് പറഞ്ഞല്ലേ, അപ്പോൾ ആ സബ്ഗ്രേഡ് സോയിലിൽ നമ്മൾ എന്തൊക്കെ ടെസ്റ്റുകളായിരിക്കണം ചെയ്യേണ്ടത്? അതാണ് ഇനി അടുത്തത് പറയുന്നത്. ഓക്കെ, അപ്പോൾ നോക്കി, ആദ്യം ചെയ്യുന്നൊരു ടെസ്റ്റാണ് നമ്മൾ പ്ലേറ്റ് ബിയറിംഗ് ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്. എന്താണ് പ്ലേറ്റ് ബിയറിംഗ് ടെസ്റ്റ്? ഈ പ്ലേറ്റ് ബിയറിംഗ് ടെസ്റ്റിൽ നമ്മൾ എന്താണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്? സപ്പോർട്ടിംഗ് പവർ ഓഫ് സബ്ഗ്രേഡ് ആണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ പ്ലേറ്റ് ബിയറിംഗ് ടെസ്റ്റിൽ നമ്മുടെ സബ്ഗ്രേഡിൻ്റെ സപ്പോർട്ടിംഗ് പവറാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. അതെങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്? നമ്മൾ ലാർജ് ഡയമീറ്റർ പ്ലേറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് ഈ പ്ലേറ്റ് ബിയറിംഗ് ടെസ്റ്റിൽ കിട്ടുന്ന ഈ വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പേയ്മെൻറ്റ് ഡിസൈനിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും, പേയ്മെൻറ്റ് ഡിസൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. ഓക്കെ, അപ്പം പേയ്മെൻറ്റ് ഡിസൈനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന 2 പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണ്? മോഡുലസ് ഓഫ് സബ്ഗ്രേഡ് റിയാക്ഷൻ ഓഫ് സോയിൽ കെയും ആൻഡ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് സോയിൽ ESഉം. ഓക്കെ, ഇത് രണ്ടുമാണ് നമ്മൾ എന്തിൻ്റെ ഡിസൈനിലോട്ട് എടുക്കുന്ന വാല്യൂസ്. ഓക്കെ, അപ്പോൾ ഈ പ്ലേറ്റ് ബിയറിംഗ് ടെസ്റ്റ് ചെയ്യുമ്പം ഇതുപോലെ സാൻഡ് ബാഗ് ഒക്കെ എന്ത് ചെയ്യും? ഒരു ലോഡ് പ്ലാറ്റ്ഫോമിൻ്റെ മേളിൽ വെക്കും. അവിടെ ഒരു ബോൾ ആൻഡ് സോക്കറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ കാണും. ഇവിടെ അതിൽ ഒരു ജാക്ക് എന്ന് പറഞ്ഞിട്ടൊരു സാധനം കാണാം. അതിൽ കൂടെ ആയിരിക്കും നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്യുക.
ഓക്കെ. പിന്നെ എന്ത് ചെയ്യുക, ഇതിനടിയിൽ റീഡിംഗ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർക്ക് ഇരിക്കാനും അതിൻ്റെ ഡയൽ ഗേജ് ഒക്കെ ഒബ്സർവ് ചെയ്യാനും വേണ്ടിയിട്ടുള്ളൊരു ഹെഡ് റൂം പോലെ കാണും. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ 2 കോളം പോലെ അല്ലെങ്കിൽ ഒരു സ്ട്രക്റ്റ് പോലെ വെച്ചിട്ട് അതിൻ്റെ മേളിലായിരിക്കും ഇതിനെ സപ്പോർട്ട് ചെയ്ത് വെച്ചേക്കുക. പിന്നെ നമുക്ക് ഡയൽ ഗേജസ് കാണും. ആ ഡയൽ ഗേജിലായിരിക്കും നമ്മൾ റീഡിംഗ് എടുക്കുക. ഓക്കെ. ഇനി ആ ഡയൽ ഗേജ് ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്ന സാധനങ്ങൾ കാണും. പിന്നെ ഈ കാണുന്നതാണ് നമ്മുടെ ടെസ്റ്റ് പ്ലേറ്റ്. ഓക്കെ. ഈ ടെസ്റ്റ് പ്ലേറ്റിൻ്റെ ഡീഫോർമേഷൻസ് ഒക്കെ ആയിരിക്കും നമ്മൾ മെഷർ ചെയ്യുക. ഓക്കെ. ഇനി നമ്മൾ ഈ പിറ്റിൻ്റെ സൈസൊക്കെ പറയുന്നുണ്ട്, IS കോഡിലൊക്കെ പറയുന്ന അനുസരിച്ചായിരിക്കും പിറ്റ് സൈസ് എടുക്കുക. ഓക്കെ. ഇനി പിറ്റ് നമുക്ക് എന്ത് ചെയ്യണം, ഇതിങ്ങനെ താഴോട്ടൊക്കെ വീഴുന്ന ടൈപ്പ് മണ്ണാണെങ്കിൽ ഇവിടെ നെസസറി സപ്പോർട്ട് കൊടുക്കണം. ഡെപ്തും ആവശ്യത്തിനുള്ള ഡെപ്ത് നമ്മൾ IS കോഡിലൊക്കെ പറയുന്ന പ്രകാരം എടുത്തിട്ടാണ് നമ്മൾ ഈ പ്ലേറ്റ് ബിയറിംഗ് ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ. ഇനി ഈ പ്ലേറ്റ് ബിയറിംഗ് ടെസ്റ്റിൽ അപ്പാരറ്റസ് എന്തൊക്കെ യൂസ് ചെയ്യും? ഒന്നാമത് യൂസ് ചെയ്യുന്ന അപ്പാരറ്റസ് ആണ് പ്ലേറ്റ്സ്. പ്ലേറ്റ്സ് നമ്മൾ യൂസ് ചെയ്യും. നമ്മൾ പ്ലേറ്റ് കണ്ടില്ല താഴെ ഇരിക്കുന്നത്, ആ പ്ലേറ്റിൻ്റെ ഡയമീറ്റർ വേരി ചെയ്യും. 30, 45, 60, 75 സെൻറ്റിമീറ്റർ ഇങ്ങനെയുള്ള ഡയമീറ്ററിലുള്ള പ്ലേറ്റ്സുകൾ നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ. വേറൊന്നാണ് ലോഡിംഗ് ഡിവൈസ്. ഓക്കെ. ലോഡിംഗ് ഡിവൈസ് എന്ന് പറയുമ്പോൾ എന്താ, ആ പ്ലേറ്റിൽ ലോഡ് കൊടുക്കണ്ടേ, ആ ലോഡ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ജാക്ക് ആൻഡ് പ്രൂവിംഗ് റിംഗ് അറേഞ്ച്മെൻ്റ് ഉള്ളത്. ഓക്കെ. ജാക്കിൽ കൂടെ ആയിരിക്കും ലോഡ് പോവുക. പ്രൂവിംഗ് റിങ്ങിൽ നമുക്ക് എത്ര ലോഡാണ് കൊടുക്കുന്നതെന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ. പിന്നെന്താണ്, റിയാക്ഷൻ ഫ്രെയിം ഉണ്ട്. ഓക്കെ. ആ റിയാക്ഷൻ ഫ്രെയിം എന്ന് പറഞ്ഞാൽ എന്താ, ആ റിയാക്ഷൻ ഫ്രെയിം എന്ന് പറഞ്ഞാൽ എഗെയിൻസ്റ്റ് വിച്ച് ജാക്ക് ക്യാൻ ഗീവ് ത്രസ്റ്റ് ടു പ്ലേറ്റ്. അപ്പോൾ ആ റിയാക്ഷൻ ഫ്രെയിമിൽ കൂടെ ആയിരിക്കും ജാക്കിൻ്റെ ത്രസ്റ്റ് എവിടെ എത്തുക, നമ്മുടെ പ്ലേറ്റിൽ എത്തുക. ഓക്കെ. ഇനി അടുത്ത് നോക്കി, ഡേറ്റം ഫ്രെയിം. ഒരു ഇങ്ങനെ ഒരു കമ്പ് പോലെ കണ്ടില്ലേ ആ കുഴിയുടെ മേളിലിരിക്കുന്നത്. അപ്പോൾ ആ ഡേറ്റം ഫ്രെയിം എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ലോഡഡ് ഏരിയയിൽ നിന്ന് കുറച്ച് മാറിയായിട്ടായിരിക്കും ഡേറ്റം ഫ്രെയിം ഇരിക്കുക. ഓക്കെ. അതിൻ്റെ കൂടെ ഇവിടെ ഡയൽ ഗേജ് ഒക്കെ ഉണ്ട് അല്ലേ, ഡയൽ ഗേജ് ഒക്കെ നമ്മൾ കണ്ടു. അപ്പം ഈ ഒരു ഫ്രെയിമിൽ നിന്നുള്ള ഈ ഒരു എന്താ ഈ പ്ലേറ്റിനുണ്ടാകുന്ന സെറ്റിൽമെൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ആ ലോഡഡ് ഏരിയയ്ക്ക് ഉണ്ടാകുന്ന സെറ്റിൽമെൻ്റ് ആയിരിക്കും നമ്മൾ മെഷർ ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് അതിൽ യൂസ് ചെയ്യുന്ന അപ്പാരറ്റസ്. ഇനി അടുത്തത് വരുന്നൊരു ടേമാണ് മോഡുലസ് ഓഫ് സബ്ഗ്രേഡ് റിയാക്ഷൻ. എന്താണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടേമാണ് മോഡുലസ് ഓഫ് സബ്ഗ്രേഡ് റിയാക്ഷൻ. അപ്പോൾ മോഡുലസ് ഓഫ് സബ്ഗ്രേഡ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ പ്രഷർ സസ്റ്റെയിൻ പെർ യൂണിറ്റ് ഡിഫോർമേഷൻ ഓഫ് സബ്ഗ്രേഡ് അറ്റ് സ്പെസിഫൈഡ് ഡിഫോർമേഷൻ ഓർ പ്രഷർ ലെവൽ ഇൻ പ്ലേറ്റ് ബിയറിംഗ് ടെസ്റ്റ്. അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രഷർ പെർ യൂണിറ്റ് ഡിഫോർമേഷൻ ആണ്. നമ്മുടെ കയ്യിലുള്ള പ്രഷർ P ആണെങ്കിൽ അത് ഡിവൈഡ് ബൈ ഡെൽറ്റ. ഡെൽറ്റ ഒരു സ്റ്റാൻഡേർഡ് വാല്യൂ പറഞ്ഞു കഴിഞ്ഞാൽ ആ P/ഡെൽറ്റ എന്നുള്ള വാല്യൂ ആയിരിക്കും എന്ത്, മോഡുലസ് ഓഫ് സബ്ഗ്രേഡ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഒരു സ്പെസിഫിക് ഡിഫോർമേഷൻ ആയിരിക്കും നമ്മൾ ഈ മോഡുലസ് ഓഫ് സബ്ഗ്രേഡ് റിയാക്ഷൻ മെഷർ ചെയ്യുക. അല്ലെങ്കിൽ എന്താണ്, പ്രഷർ ലെവൽ ഇൻ പ്ലേറ്റ് ബിയറിംഗ് ടെസ്റ്റ്. ആ പ്ലേറ്റ് ബിയറിംഗ് ടെസ്റ്റിൽ വരുന്ന പ്രഷർ ലെവൽ എന്ന് വേണമെങ്കിൽ മോഡുലസ് ഓഫ് സബ്ഗ്രേഡ് റിയാക്ഷനെ നമുക്ക് പറയാം. ഓക്കെ. അപ്പോൾ മോഡുലസ് ഓഫ് സബ്ഗ്രേഡ് റിയാക്ഷൻ അല്ലെങ്കിൽ പ്ലേറ്റ് ബിയറിംഗ് ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ആക്ച്വൽ സൈറ്റിലെ കണ്ടീഷൻസ് കണ്ടോ, ഇതുപോലെ പ്ലേറ്റ്സ് കാണും. പിന്നെ നമ്മൾ റോഡ് സർഫസിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും മെഷർ ചെയ്യുക. ഇതുപോലെ ട്രെഞ്ചൊക്കെ കുഴിച്ചിട്ടുണ്ടായിരിക്കും. ട്രെഞ്ച് കുഴിച്ചിട്ട് എന്ത് ചെയ്യും, ഇത് കണ്ടോ, ഇതുപോലെ ജാക്കും ഇവിടെ പ്രൂവിംഗ് റിങ്സും ഒക്കെ കാണാം. ഓക്കെ. പിന്നെ ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ ടെസ്റ്റിൻ്റെ അപ്പാരറ്റസ് സെറ്റ് ചെയ്യുക. ഓക്കെ. ഇനി നമ്മൾ ഇതിനകത്ത് ഈ പ്ലേറ്റ് ബിയറിംഗ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു സീറ്റിംഗ് ലോഡ് അപ്ലൈ ചെയ്യണം. ഓക്കെ. ഒരു സീറ്റിംഗ് ലോഡ് അപ്ലൈ ചെയ്യണം. ആ സീറ്റിംഗ് ലോഡ് എന്ന് പറയുന്നത് അറൗണ്ട് 320 കിലോഗ്രാം ആയിരിക്കും. ആ 320 കിലോഗ്രാം എന്ന് പറയുന്നത് എപ്പോഴാണ് യൂസ് ചെയ്യുക, നമ്മൾ 75 സെൻറ്റിമീറ്റർ ഡയാ പ്ലേറ്റ്, ഓക്കെ, 75 സെൻറ്റിമീറ്റർ ഡയാ പ്ലേറ്റ് യൂസ് ചെയ്യുവാണെങ്കിലാണ് നമ്മുടെ സീറ്റിംഗ് ലോഡ് 320 കിലോഗ്രാം കൊടുക്കേണ്ടത്. ഓക്കെ. അപ്പോൾ ആ സീറ്റിംഗ് ലോഡ് എത്ര കൊടുക്കുമ്പം സീറ്റിംഗ് പ്രഷർ എത്ര വരും, 0.07 കിലോഗ്രാം പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ പ്രഷർ വരും. ഓക്കെ. ഇനി നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് പ്ലേറ്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് 75 സെൻറ്റിമീറ്റർ ആണ്. പക്ഷേ കോമൺലി യൂസ്ഡ് സൈസ്, കോമൺ പ്ലേറ്റ് എന്ന് പറയുന്നത് കോമൺലി യൂസ് ചെയ്യുന്ന 30 സെൻറ്റിമീറ്റർ ഡയാ പ്ലേറ്റ്സ് ആയിരിക്കും യൂസ് ചെയ്യുക. ഓക്കെ. ഇനി നമ്മുടെ യൂണിറ്റ് ഓഫ് മോഡുലസ് ഓഫ് സബ്ഗ്രേഡ് റിയാക്ഷൻ, K എന്താണ്, നമ്മുടെ മോഡുലസ് ഓഫ് സബ്ഗ്രേഡ് റിയാക്ഷൻ അല്ലേ. അപ്പം മോഡുലസ് ഓഫ് സബ്ഗ്രേഡ് റിയാക്ഷൻ്റെ യൂണിറ്റ് എന്താ, പ്രഷർ പെർ യൂണിറ്റ് ഡിഫോർമേഷൻ എന്നാണ് പറഞ്ഞത്. പ്രഷറിൻ്റെ യൂണിറ്റ് ഇപ്പം കിലോഗ്രാം പെർ സെൻറ്റിമീറ്റർ സ്ക്വയറിലാണെങ്കിൽ നമ്മുടെ ഡിഫോർമേഷൻ സെൻറ്റിമീറ്ററിലാണെങ്കിൽ നമ്മുടെ യൂണിറ്റ് എന്ത് വരും, കിലോഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് വരും. ഓക്കെ. അല്ലെങ്കിൽ പ്രഷർ ഇപ്പം ന്യൂട്ടൺ പെർ mm സ്ക്വയറിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതേ ഡിവൈഡഡ് ബൈ ഡിഫോർമേഷൻ mm മെഷർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മോഡുലസ് ഓഫ് സബ്ഗ്രേഡ് റിയാക്ഷൻ്റെ യൂണിറ്റ് എന്ത് വരും, ന്യൂട്ടൺ പെർ mm ക്യൂബ് എന്ന് വരും. ഓക്കെ. ഇനിയും ഈ മോഡുലസ് ഓഫ് സബ്ഗ്രേഡ് റിയാക്ഷൻ മെഷർ ചെയ്യാൻ വേണ്ടി 2 മെത്തേഡ്സ് ഉണ്ട്. ഓക്കെ. ഒന്നാമത്തെ മെത്തേഡ്, ഫസ്റ്റ് മെത്തേഡിൽ ഒരു
സ്റ്റാൻഡേർഡ് സെറ്റിൽമെൻറ്റ് നമ്മൾ എടുക്കുക. അതായത് സെറ്റിൽമെൻറ്റ് 1.25 mm ഫിക്സ് ആക്കി വെച്ചേക്കുക. അതിനുള്ള പ്രഷർ ഡിവൈഡഡ് ബൈ ആ സെറ്റിൽമെൻറ്റ് പി ബൈ ഡെൽറ്റ. പ്രഷർ എന്ന് പറയുമ്പോൾ എത്ര വരും? പി എന്ന് കൊടുക്കുക. ഡെൽറ്റ എന്ന് പറയുമ്പം 1.25 mm അല്ലേ? ഇപ്പോൾ ഇവിടെ സെൻറ്റിമീറ്ററിൽ കൊടുത്തേക്കുന്ന കാരണം 0.125 സെൻറ്റിമീറ്റർ. പ്രഷറിൻ്റെ യൂണിറ്റ് എന്ത് വരും? കിലോഗ്രാം പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പം നമ്മൾക്ക് എങ്ങനെ വരും? പി ഡിവൈഡഡ് ബൈ 0.125 കിലോഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് വരും. ഓക്കെ, ഇനി രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് റിവൈസ്ഡ് US സ്കോപ്സ് ഓഫ് എഞ്ചിനീയേഴ്സ് മെത്തേഡ് എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ മെത്തേഡ് അതിൽ നമ്മളൊരു സ്റ്റാൻഡേർഡ് പ്രഷർ എടുക്കുക. നേരത്തെ ഒരു സ്റ്റാൻഡേർഡ് സെറ്റിൽമെൻറ്റ് എടുത്ത്, ഇവിടെ എന്താ എടുക്കുന്നത്? സ്റ്റാൻഡേർഡ് പ്രഷർ എടുക്കുക. 0.7 പ്രഷറിൻ്റെ യൂണിറ്റ് ഇപ്പം കിലോഗ്രാം പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിട്ട് എടുത്തേക്കുന്നത്. 0.7 കിലോഗ്രാം പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ. ഡിഫോർമേഷൻ ഡെൽറ്റ ആണ്. അത് സെൻറ്റിമീറ്ററിലാണെങ്കിൽ സെൻറ്റിമീറ്ററോടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പം നമുക്ക് കെ എത്ര വരും? 0.7 ഡിവൈഡഡ് ബൈ ഡെൽറ്റ കിലോഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് വരും. അത് തന്നെയാണ് സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ സെൻറ്റിമീറ്റർ എന്ന് ഇവിടെ എഴുതിയേക്കുന്നത്. ഓക്കെ, അത്രയും ക്ലിയർ ആയല്ലോ. ഇനി അടുത്തത് നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ബൗസ്നെക് സെറ്റിൽമെൻറ്റ് ഇക്വേഷൻ ഫോർ സബ്ഗ്രേഡ് മോഡുലസ്. ഓക്കെ, ഇതിൽ നമ്മൾ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് സോയിലിന്, സബ്ഗ്രേഡിൻ്റെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിക്ക് ഉള്ള ഇക്വേഷനാണ് ബൗസ്നെക് സൊല്യൂഷൻ തരുന്നത്. അതെന്ന് പറയുന്നത് 1.5 ഇൻറ്റു പി ഇൻറ്റു എ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ആണ്. ഓക്കെ, ES എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് സോയിൽ. അതെന്ന് പറയുന്നത് 1.5 ഇൻറ്റു പി എന്ന് പറഞ്ഞാൽ എന്താ? ആ പ്ലേറ്റിൽ വരുന്ന പ്രഷർ, ആ പ്രഷർ ഓൺ പ്ലേറ്റ് ആണ് പി. ഇനി എ എന്ന് പറയുമ്പോൾ എന്താ? റേഡിയസ് ഓഫ് പ്ലേറ്റ്. നമ്മൾ പറഞ്ഞു 75 സെൻറ്റിമീറ്റർ പ്ലേറ്റും 30 സെൻറ്റിമീറ്റർ പ്ലേറ്റും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് പറഞ്ഞല്ലേ, അതാണ് റേഡിയസ്. ഇനി അടുത്ത എന്താ? ഡെൽറ്റ. ഡെൽറ്റ എന്ന് പറയുമ്പോൾ എന്താ? മാക്സിമം പെർമിസിബിൾ ഡിഫ്ലക്ഷൻ അറ്റ് ദ സെൻറ്റർ ഓഫ് ദ പ്ലേറ്റ്. ഇപ്പോൾ നമുക്കൊരു പ്ലേറ്റ് ഉണ്ടെങ്കിൽ ആ പ്ലേറ്റിൻ്റെ സെൻറ്ററിൽ വരുന്ന ആ മാക്സിമം പെർമിസിബിൾ ഡിഫ്ലക്ഷൻ ആണ് എന്ത്? ഡെൽറ്റ. അപ്പം ബൗസ്നെക് സെറ്റിൽമെൻറ്റ് ഇക്വേഷൻ എന്താ? 1.5 പി എ ഡിവൈഡഡ് ബൈ ഡെൽറ്റ. ഓക്കെ, ഇനിയിപ്പോൾ നോട്ട് പറയാം. നോക്കിയേ, ബി ലോഡ്സ് ത്രൂ ഇൻഫ്ലേറ്റഡ് റബ്ബർ ടയേഴ്സ്. ഇൻഫ്ലേറ്റഡ് റബ്ബർ ടയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതുപോലെ ഇരിക്കുന്ന ടയർ. അപ്പം ഈ ഇൻഫ്ലേറ്റഡ് റബ്ബർ ടയേഴ്സിൽ കൂടെ വരുന്ന വീല് അതിനെ കൺസിഡർ ചെയ്യുന്നത് ഒന്നുകിൽ ഫ്ലെക്സിബിൾ പ്ലേറ്റ് ലോഡിംഗ് ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ ലോഡിംഗ് വിത്ത് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് പ്രഷർ ആയിട്ടായിരിക്കും. ഓക്കെ, ഒന്നുകിൽ അതൊരു ഫ്ലെക്സിബിൾ പ്ലേറ്റ് ആയിട്ട് നമ്മൾ ആ ലോഡിങ്ങിനെ കൺസിഡർ ചെയ്യും, അല്ലെങ്കിൽ എന്താ? ഒരു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് പ്രഷർ ആയിട്ട് നമ്മൾ അതിനെ കൺസിഡർ ചെയ്യും. ഓക്കെ, ഇൻഫ്ലേറ്റഡ് റബ്ബർ ടയർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇരിക്കും അല്ലേ? ഇൻഫ്ലേറ്റഡ് അല്ലാത്ത ടയർ ആണെങ്കിലോ അതൊരു പോയിന്റ് കോണ്ടാക്ട് പോലെ ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ അതെന്ന് പറയുന്നത് ഒന്നുകിൽ ഒരു ഫ്ലെക്സിബിൾ പ്ലേറ്റ് ലോഡിംഗ് ആയിട്ട് കൺസിഡർ ചെയ്യും, അല്ലെങ്കിൽ ഒരു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് പ്രഷർ ആയിട്ടാണ് നമ്മൾ അതിനെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് റിജിഡ് പ്ലേറ്റിനുള്ള ഇക്വേഷൻ ആണ്. ഓക്കെ, അപ്പം ഫ്ലെക്സിബിൾ പ്ലേറ്റിൻ്റെ ഇക്വേഷൻ പറഞ്ഞ പോലെ തന്നെയാണ് റിജിഡ് പ്ലേറ്റിൻ്റെ ഇക്വേഷൻ. ആ വാല്യൂവിന് ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. ഈ എസ് എന്ന് പറയുന്നത് എന്ത് വരും? 1.8 പി എ ബൈ ഡെൽറ്റ എന്ന് വരും. ഓക്കെ, ഈ എസ് എന്താണ്? മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് സോയിലാണ്. പി എന്ന് പറയുമ്പോൾ എന്താണ്? പ്രഷർ അറ്റ് ദ ലെവൽ ഓഫ് ഡിസൈൻ ഡിഫ്ലക്ഷൻ, നമ്മൾ കൺസിഡർ ചെയ്യുന്ന പ്രഷർ. എ എന്ന് പറയുന്നത് സെയിം, റേഡിയസ് ഓഫ് ദ പ്ലേറ്റ്. ഡെൽറ്റ എന്ന് പറയുമ്പോൾ എന്താ? തിയററ്റിക്കൽ മാക്സിമം ഡിഫ്ലക്ഷൻ. ഓക്കെ, ഇനി അടുത്തത് എന്താ? ഒരു A mild steel plate is relevant to the condition of rigid plate. നമ്മളിപ്പം ഒരു റിജിഡ് പ്ലേറ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞു ഫ്ലെക്സിബിൾ പ്ലേറ്റ് എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ റിജിഡ് പ്ലേറ്റ് അല്ലെങ്കിൽ റിജിഡ് പേയ്മെൻറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യും, നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? ഒരു മൈൽഡ് സ്റ്റീൽ പ്ലേറ്റ് ആയിരിക്കും നമ്മൾ ആ റിജിഡ് പ്ലേറ്റിൻ്റെ ആ ഒരു എഫക്റ്റ് എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ ബൗസ്നെക്സിൻ്റെ ഇക്വേഷന് എന്തിനൊക്കെ വാലിഡ് ഉള്ളൂ? ഏത് ടൈപ്പ് ഓഫ് സോയിലിന് വാലിഡ് ആയിട്ടുള്ളൂ? ഹോമോജീനിയസ് സിംഗിൾ ലെയറിന് മാത്രമേ ഈ ബൗസ്നെക്സ് സൊല്യൂഷൻ നമുക്ക് വാലിഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മുടെ സോയിൽ എന്തായിരിക്കണം? ഹോമോജീനിയസ് ആയിരിക്കണം. ഓക്കെ, പിന്നെന്തായിരിക്കണം? ഒരു സിംഗിൾ ലെയർ ആയിരിക്കണം. ഓക്കെ, അങ്ങനെയുള്ള സോയിലുകളിൽ മാത്രമേ ഈ ബൗസ്നെക്സ് സൊല്യൂഷൻ ആപ്ലിക്കബിൾ ആയിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഈ ഇക്വേഷൻസ് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ റിജിഡ് പ്ലേറ്റിൻ്റെ ഫ്ലെക്സിബിൾ പ്ലേറ്റിൻ്റെ ഇക്വേഷൻ ഓർത്തോണം. 1.5 ഫ്ലെക്സിബിൾ പ്ലേറ്റിനും റിജിഡ് പ്ലേറ്റിനും നമ്മൾ കുറച്ചുകൂടെ കൂടും, 1.8 വരും. ഓക്കെ, പി എ ബൈ ഡെൽറ്റ, പി എ ബൈ ഡെൽറ്റ. ഓക്കെ, അത് പഠിച്ചല്ലോ. ഇനി അടുത്തത് കറക്ഷൻ ടു കെ വാല്യൂ.
കറക്ഷൻ ടു കെ വാല്യൂ ഫോർ സ്മോൾ പ്ലേറ്റ് സൈസ്. കെ എന്തായിരുന്നു? നമ്മുടെ കെ എന്ന് പറയുന്നത് നമ്മുടെ മോഡുലസ് ഓഫ് സബ്ഗ്രേഡ് റിയാക്ഷൻ ഇല്ലേ. അപ്പം ഒരു സ്മോൾ സൈസ് പ്ലേറ്റ് യൂസ് ചെയ്താൽ നമ്മൾ കെയ്ക്ക് എന്ത് കറക്ഷനാണ് കൊടുക്കുന്നത്? ഓക്കെ, IRC പറയുന്ന ഇന്ത്യൻ റോഡ് കോൺഗ്രസ് പ്രകാരം പറയുന്ന പ്ലേറ്റിൻ്റെ സ്റ്റാൻഡേർഡ് സൈസ് 75 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, പക്ഷെ നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന 7 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 30 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇനി നമ്മൾ സാധാരണ എക്സ്പെരിമെൻറ്റ് ഒരു 30 സെൻറ്റിമീറ്റർ പ്ലേറ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഓക്കെ, കെ ബേസ്ഡ് ഓൺ 75 സെൻറ്റിമീറ്റർ പ്ലേറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0.5 ടൈംസ് കെ ബേസ്ഡ് ഓൺ 30 സെൻറ്റിമീറ്റർ പ്ലേറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ കറക്ഷൻ. ഓക്കെ, അപ്പം നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന 30 സെൻറ്റിമീറ്റർ പ്ലേറ്റ് ആണെങ്കിൽ 75 യൂസ് ചെയ്ത് എത്ര മോഡുലസ് ഓഫ് സബ്ഗ്രേഡ് റിയാക്ഷൻ കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? 0.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ആ 30 കിട്ടുന്ന വാല്യൂവിനെ നമ്മൾ എന്താ K30 മോഡുലസ് ഓഫ് സബ്ഗ്രേഡ് റിയാക്ഷൻ എന്താ യൂസിങ് 30 സെൻറ്റിമീറ്റർ ഡയമീറ്റർ പ്ലേറ്റിൽ കിട്ടുന്ന വാല്യൂ കൊണ്ട് അതിൻ്റെ നമ്മൾ 0.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 75 സെൻറ്റിമീറ്റർ പ്ലേറ്റ് യൂസ് ചെയ്യുമ്പം എത്ര മോഡുലസ് ഓഫ് സബ്ഗ്രേഡ് റിയാക്ഷൻ കിട്ടുമെന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പം കറക്ഷന് മനസ്സിലായല്ലോ. ഇനി അടുത്തത് ഗ്രൂപ്പ് ഇൻഡെക്സ് ഓഫ് സോയിൽ. ഓക്കെ, ഈ ഗ്രൂപ്പ് ഇൻഡെക്സ് ഓഫ് സോയിൽ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. നമ്മൾ ഇപ്പം യൂണിവേഴ്സിറ്റി എക്സാമിനൊക്കെ പഠിക്കുമ്പോഴാണ് അതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻ വരും. അപ്പോൾ ഇതിൽ നമുക്ക് ഇതിനകത്ത് എല്ലാ ടേംസും വെച്ചിട്ട് ഒരു ഒബ്ജക്റ്റീവ് എക്സാമിന് ക്വസ്റ്റ്യൻ വരുമെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റത്തില്ല. ഗേറ്റ് എക്സാമിനൊക്കെ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നത് ഈ ചെറിയ ടേംസുകളൊക്കെ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഗ്രൂപ്പ് ഇൻഡെക്സ് ഓഫ് സോയിൽ എന്ന് പറയുമ്പോൾ എന്താ? ഇറ്റ് ഈസ് ആൻ ഇൻഡെക്സ് സിസ്റ്റം. ഒരു ഇൻഡെക്സ് സിസ്റ്റമാണ്. എന്തിനു വേണ്ടിയിട്ട്? ഹാസ് ബീൻ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഹൈവേ റിസർച്ച് ബോർഡ് ക്ലാസിഫിക്കേഷൻ. HRB എന്താ? ഹൈവേ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് HRB ഹൈവേ റിസർച്ച് ബോർഡ്. ഓക്കെ, ഹൈവേ റിസർച്ച് ബോർഡ് ക്ലാസിഫിക്കേഷൻ ആണ്. എന്തിനു വേണ്ടിയിട്ട് ഈ ഗ്രൂപ്പ് ഇൻഡെക്സ് കൊണ്ടുവന്നത്? ക്ലാസിഫൈ ദ ഫൈൻ ഗ്രൈൻഡ് സോയിൽസ്. നമ്മുടെ ഫൈൻ ഗ്രൈൻഡ് സോയിൽസിനെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓരോ ഗ്രൂപ്പ് ഇൻഡെക്സ് വരുമ്പോൾ ആ സോയിൽ ഇന്ന സോയിലാണെന്ന് പറയാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഗ്രൂപ്പ് ഇൻഡെക്സ് കൊണ്ടുവന്നത്. ക്ലാസിഫൈ ദ സോയിൽസ് ഇൻ വൺ ഗ്രൂപ്പ് ആൻഡ് ജഡ്ജിങ് ദെയർ സ്യൂട്ടബിലിറ്റി ആ സബ്ഗ്രേഡ് മെറ്റീരിയൽ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഈ ഗ്രൂപ്പ് ഇൻഡെക്സിനനുസരിച്ചിട്ട് ഈ സോയിൽ നമുക്ക് സബ്ഗ്രേഡ് മെറ്റീരിയലിനായിട്ട് സ്യൂട്ടബിൾ ആണോ അല്ലയോ എന്നറിയണം. അതിന് വേണ്ടിയിട്ടുള്ളൊരു ഇൻഡെക്സ് ആണ് എന്ത്? ഗ്രൂപ്പ് ഇൻഡെക്സ്. അത്ര മനസ്സിലായല്ലോ. ഈ ഗ്രൂപ്പ് ഇൻഡെക്സിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാ: 0.2a, 0.005 AC, 0.01 BD. ഓക്കെ, അപ്പോൾ ഗ്രൂപ്പ് ഇൻഡെക്സിൻ്റെ ഇക്വേഷൻ ഒക്കെ വേണേൽ ചോദിക്കാം. ഓക്കെ, എങ്ങനെ വരിക? ആദ്യം ഒരു 0.2a എടുക്കുക. ഓക്കെ, 0.2a എടുക്കുക. പിന്നെ 0.005, പിന്നെ a അല്ലാതെ എയുടെ കൂടെ വരുന്ന c വരണം. ഓക്കെ, പിന്നെ 0.01 BD. ഓക്കെ, അപ്പോൾ ഇവിടെ 1 ആണ്, ഇവിടെ 2 ആണ്, ഇവിടെ 5 ആണ്. ഓർക്കുക, ഇവിടെ ഒരു 0.2 ഉള്ളൂ. ഇവിടെ ഒരു ഡെസിമൽ കഴിഞ്ഞിട്ട് രണ്ട് നമ്പർ വരുന്നുണ്ട്. ഇവിടെ ഡെസിമൽ കഴിഞ്ഞിട്ട് ഒറ്റ നമ്പർ ഉള്ളൂ. ഇവിടെ ഡെസിമൽ കഴിഞ്ഞിട്ട് 3 നമ്പർ വരുന്നുണ്ട്. ഓക്കെ, അപ്പം 1, 3, 2 അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ കണക്ട് ചെയ്തിട്ട് ഇക്വേഷൻ ഓർത്തിരിക്കുക. ഇതിൽ ഓരോ ടേംസ് വരുന്നുണ്ട് അല്ലേ? A ഉണ്ട്, C ഉണ്ട്, B ഉണ്ട്, D ഉണ്ട്. ഇതൊക്കെ എന്താ? ഈ A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P-35. P എന്ന് പറയുമ്പോൾ എന്താ? പെർസെൻറ്റേജ് ഫൈൻസ് പാസിങ് ത്രൂ 0.074 mm സീവ്. അപ്പോൾ നമ്മൾ സീവ് അനാലിസിസ് ചെയ്യത്തില്ലേ, അതിനകത്ത് നമുക്ക് 0.074 mm സൈസ് വരുന്ന സീവ് ഉണ്ട്. ഓക്കെ, ആ സീവിൽ കൂടെ പാസ് ചെയ്യുന്ന ആ ഫൈൻസിൻ്റെ പെർസെൻറ്റേജ് ആണ് P. ഓക്കെ, ആ Pനെ, ആ പെർസെൻറ്റേജ് ഫൈൻസിനെ 35 കൊണ്ട് മൈനസ് ചെയ്യുന്നതാണ് എന്ത്? A എന്ന് പറയുന്നത്. ദാറ്റ് ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 40 ആണ്. ഓക്കെ, അതിൻ്റെ B എന്ന് പറഞ്ഞാലോ? B എന്ന് പറയുന്നത് പെർസെൻറ്റേജ് ഫൈൻസ് -15, അതും ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 40 ആണ്. ഓക്കെ, അപ്പോൾ എയും ബിയും പഠിച്ചല്ലോ. P-35, P-15, അത് രണ്ടും ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 40. ഇനി സിയും ഡി എന്തായിരിക്കും? സിയും ഡി എന്ന് പറഞ്ഞാൽ C എന്ന് പറഞ്ഞാൽ അടുത്ത ടേം വരും. ഇവിടെ പെർസെൻറ്റേജ് ഫൈൻസ് പാസിങ് ത്രൂ 0.075 ആയിരുന്നു. ഇനി രണ്ട് ടേം വരും. ഒന്ന് ലിക്വിഡ് ലിമിറ്റും അടുത്തത് പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ്. ലിക്വിഡ് ലിമിറ്റും പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് ഒക്കെ അറിയാമല്ലോ, GTയിൽ നമ്മൾ പഠിക്കുന്ന. ലിക്വിഡ് ലിമിറ്റ് -40, പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് -10. ഇത് രണ്ടും ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 20 ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഓർത്തെ A P-35, B P-15, C എന്ന് പറയുന്നത് ലിക്വിഡ് ലിമിറ്റ് -40, D എന്ന് പറയുന്നത് പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് -10. ഇത് രണ്ട് ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 40, ഇത് രണ്ട് ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 20.
ഓക്കെ, അപ്പം ഗ്രൂപ്പ് ഇൻഡെക്സിൻ്റെ ഇക്വേഷൻ പഠിച്ചല്ലോ, എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് പഠിച്ചല്ലോ, അതിനകത്ത് വരുന്ന ടേംസ് ഏതൊക്കെയാണെന്ന് പഠിച്ചല്ലോ. ഓക്കെ, അപ്പം ഇതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. എല്ലാം ഒന്നും ചോദിച്ചില്ലെങ്കിലും ഏതെങ്കിലും ഒരെണ്ണം, ഇതിപ്പം ഗ്രൂപ്പ് ഇൻഡെക്സിൻ്റെ ഇക്വേഷൻ തന്നു കഴിഞ്ഞിട്ട് എ എന്താണ് അല്ലെങ്കിൽ എയുടെ ഇക്വേഷൻ എന്താണ് എന്നൊക്കെ വേണമെങ്കിലും ഓപ്ഷൻ തന്നിട്ട് ചോദിക്കാം. അപ്പോൾ അത് കാണുമ്പോൾ ഇങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് ഓർത്തിരിക്കുകയാണെങ്കിൽ നമുക്ക് ഓപ്ഷൻ കാണുമ്പോൾ മനസ്സിലാവത്തില്ലേ. ഇതൊക്കെ പാടാന്ന് പറഞ്ഞ് വിടാതെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പഠിക്കാം. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ CBR ടെസ്റ്റിനെ പറ്റിയിട്ടാണ് പറയുന്നത്. CBR ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കാലിഫോർണിയ ബിയറിംഗ് റേഷ്യോ ടെസ്റ്റ് എന്നാണ് അതിൻ്റെ പേര്. എന്താണ്? കാലിഫോർണിയ ബിയറിംഗ് റേഷ്യോ ടെസ്റ്റ്. നമ്മൾ GT ലാബിലും ഒക്കെ ചെയ്യുന്നൊരു ടെസ്റ്റാണ് കാലിഫോർണിയ ബിയറിംഗ് റേഷ്യോ ടെസ്റ്റ്. അപ്പം ഈ ടെസ്റ്റ് എന്തിനാ യൂസ് ചെയ്യുന്നത്? ഇവാലുവേറ്റിംഗ് ദ സ്റ്റെബിലിറ്റി ഓഫ് സോയിൽ സബ്ഗ്രേഡ് ആൻഡ് അതർ ഫ്ലെക്സിബിൾ പേയ്മെൻറ്റ്സ്. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റെബിലിറ്റി ഓഫ് സോയിൽ സബ്ഗ്രേഡ് നമുക്ക് കണ്ടുപിടിക്കണം. നമ്മുടെ സോയിൽ സബ്ഗ്രേഡ് സ്റ്റേബിൾ ആണോ, ഫ്ലെക്സിബിൾ പേയ്മെൻറ്റിലും അല്ലെങ്കിൽ എന്താ വേറെ പിന്നെ നമുക്ക് ഫ്ലെക്സിബിൾ പേയ്മെൻറ്റ് തിക്നെസ്സും കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്? നമ്മുടെ സോയിൽ സബ്ഗ്രേഡ് സ്റ്റേബിൾ ആണോ, അതുപോലെ തന്നെ നമ്മുടെ പേയ്മെൻറ്റിൻ്റെ തിക്നെസ്സോടെ കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കാലിഫോർണിയ ബിയറിംഗ് റേഷ്യോ ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ പേയ്മെൻറ്റ് തിക്നെസ് ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് CBR ടെസ്റ്റ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ടെസ്റ്റ് നമുക്ക് സാധാരണ നമ്മളൊക്കെ ചെയ്ത ലാബിൽ അല്ലേ, ഫീൽഡിൽ വേണേലും ചെയ്യാം. ഓക്കെ, ഇതുപോലെ എക്യുപ്മെൻസും സെറ്റിങ്സും ഒക്കെ നമുക്ക് ഫീൽഡിൽ അവൈലബിൾ ആണ്, ഫീൽഡിലും ചെയ്യാം. ഇപ്പം വലിയ ഹൈവേ പ്രൊജക്റ്റുകളൊക്കെ ആണെങ്കിൽ അവർക്ക് ഒരു ടെസ്റ്റ് ലാബ് പോലെ കാണും. ഇപ്പം നമ്മളൊരു 5 കിലോമീറ്റർ റോഡാണെങ്കിൽ അതിൻ്റെ എവിടെയെങ്കിലും ഒരു റൂമോ അല്ലെങ്കിൽ ഒരു കടയുടെ ഒരു സൈഡോ ഒക്കെ എടുത്തിട്ട് അവിടെ ഇതുപോലെ മെഷീൻസ് സെറ്റ് ചെയ്തിട്ട് ആ ഫീൽഡിലത്തെ തന്നെ ഇതുപോലെ CBR വാല്യൂ ഒക്കെ ടെസ്റ്റ് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. ഓക്കെ, ഇനി ആർബിട്രറി സ്ട്രെങ്ത് ടെസ്റ്റ് ആയിട്ട് ഇത് യൂസ് ചെയ്യാം. ഓക്കെ, ആക്ച്വൽ സ്ട്രെങ്ത് അല്ല ഇത് തരിക, ഒരു ആർബിട്രറി സ്ട്രെങ്തിൻ്റെ വാല്യൂ നമുക്ക് ഈ ടെസ്റ്റിൽ നിന്ന് കിട്ടും. ഓക്കെ, ഇനി ഇറ്റ് ക്യാൻ ബി യൂസ് ടു ഇവാലുവേറ്റ് അതർ സോയിൽ പ്രോപ്പർട്ടീസ്. അതായത് നമ്മുടെ സോയിലിൻ്റെ പ്രോപ്പർട്ടീസ് ആയിട്ടുള്ള കൊഫീഷനോ അല്ലെങ്കിൽ ആംഗിൾ ഓഫ് ഇന്റേണൽ ഫ്രിക്ഷൻ ഫൈയോ അല്ലെങ്കിൽ ഷിയറിംഗ് റെസിസ്റ്റൻസോ ഇതൊന്നും നമുക്ക് ഈ CBR ടെസ്റ്റിൽ നിന്ന് കിട്ടത്തില്ല. ഓക്കെ, ഈ CBR ടെസ്റ്റിന് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് 20 mm സീവിൽ കൂടെ പാസ് ചെയ്ത് പോകുന്ന മെറ്റീരിയൽസാണ് നമ്മൾ എടുക്കുക. അതായത് 20 mm കൂടെ പാസ് ചെയ്യുന്ന പറഞ്ഞാൽ എന്താ, 20 mm താഴെയുള്ള മെറ്റീരിയൽസാണ് നമ്മൾ ടെസ്റ്റിന് യൂസ് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ കോഴ്സ് ഗ്രെയിൻഡ് പാർട്ടിക്കിൾസ് എന്തിനാണ് യൂസ് ചെയ്യാത്തത്? കോഴ്സ് ഗ്രെയിൻഡ് പാർട്ടിക്കിൾസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട്സ് പുവർ ആയിരിക്കും. അതുകൊണ്ട് കോഴ്സ് ഗ്രെയിൻഡ് പാർട്ടിക്കിൾസ് CBR ടെസ്റ്റിൽ നമ്മൾ യൂസ് ചെയ്യാറില്ല. ഓക്കെ, ഇനി ഈ ടെസ്റ്റ് നമുക്ക് ഇറ്റ് ക്യാൻ ബി ഓൾസോ യൂസ്ഡ് ഫോർ സബ്ബേസിന് യൂസ് ചെയ്യാം, ഗ്രാനുലാർ ബേസ് കോഴ്സ് മെറ്റീരിയലുകൾക്കും വേണ്ടിയും യൂസ് ചെയ്യാം. ഓക്കെ, ബേസിൻ്റെ തൊട്ട് താഴെ വരുന്നതാണ് എന്ത്? സബ്ബേസിലും യൂസ് ചെയ്യാം. ഗ്രാനുലാർ ബേസ് കോഴ്സ് GSB എന്ന് പറഞ്ഞില്ലേ, ഗ്രാനുലാർ സബ്ബേസ്, അവിടെ വേണേലും നമുക്ക് ഇത് യൂസ് ചെയ്യാം. അങ്ങനെ ആ ലെയറിൻ്റെ നമുക്ക് സ്റ്റെബിലിറ്റി, ഓരോരോ ലെയറിൻ്റെ സ്റ്റെബിലിറ്റി, ഓരോരോ ലെയറിൻ്റെ തിക്നെസ് ഒക്കെ നമുക്കിതിൽ കണ്ടുപിടിക്കാൻ സാധിക്കും. ഓക്കെ, ഇനിയിപ്പം അടുത്ത നോക്കിയേ, ഇതാ CBR ടെസ്റ്റിൻ്റെ അപ്പാരറ്റസ് കണ്ടല്ലോ. CBR ടെസ്റ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടെസ്റ്റ് അപ്പാരറ്റസ് എന്തൊക്കെയാ? ഒന്നെന്ന് പറയുന്നത് ഒരു സിലിണ്ട്രിക്കൽ മൗൾഡ് യൂസ് ചെയ്യും. ഓക്കെ, ഒരു സിലിണ്ട്രിക്കൽ മൗൾഡ് യൂസ് ചെയ്യും. ഇതുപോലെ ഒരു മൗൾഡ് യൂസ് ചെയ്യും. ആ മൗൾഡിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 150 mm ഡയ ആയിരിക്കും. ഓക്കെ, സിലിണ്ട്രിക്കൽ മൗൾഡിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 150 mm ഡയ ആയിരിക്കും. ഓക്കെ, അപ്പം നമ്മുടെ സിലിണ്ട്രിക്കൽ മൗൾഡിൻ്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 150 mm ഡയ ആണ്. ഓക്കെ, ഇനി അടുത്തത് ഒരു ബേസ് പ്ലേറ്റ് കാണും. ആ സിലിണ്ട്രിക്കൽ ഒരു പ്ലേറ്റിന് ഒരു ബേസ് പ്ലേറ്റ് കാണും. അതുപോലെ തന്നെ നമുക്കൊരു പ്ലഞ്ചർ കാണും. ഓക്കെ, ഒരു പ്ലഞ്ചർ അവൈലബിൾ ആയിരിക്കും. ഇതൊക്കെ ലാസ്റ്റ് സ്ലൈഡിലെ ഡീറ്റെയിൽസ് ഉണ്ട്. പ്ലഞ്ചർ നമുക്ക് കാണും. ആ പ്ലഞ്ചറിൻ്റെ ഡയ എന്ന് പറയുന്നത് അറൗണ്ട് 50 mm ആയിരിക്കും പ്ലഞ്ചറിൻ്റെ ഡയ. ഇനി അതിനകത്ത് നമ്മളൊരു സർചാർജ് വെയിറ്റ് വെക്കും. ഓക്കെ, ഒരു സർചാർജ് എന്ന് പറഞ്ഞാൽ എന്താ? സർചാർജ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ലോഡുള്ള ഒരു വെയിറ്റ്, സർചാർജ് വെയിറ്റ് വെക്കും. ആ സർചാർജ് വെയിറ്റ് എന്ന് പറയുന്നത് ആ വെക്കുന്ന വെയിറ്റ് ഒരു 147 ഡയ ഉള്ളൊരു വെയിറ്റാണ് വെക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു കംപ്രഷൻ ടെസ്റ്റിംഗ് മെഷീനും വേണം. ഓക്കെ, കംപ്രഷൻ ടെസ്റ്റിംഗ് മെഷീൻ നമുക്ക് ഈ ഒരു ടെസ്റ്റ് ചെയ്യാൻ വേണം. അപ്പോൾ 150 mm ഡയ ഉള്ളൊരു സിലിണ്ട്രിക്കൽ മൗൾഡ് ഉണ്ട്. അതിൻ്റെ അടിയിൽ ഒരു ബേസ് പ്ലേറ്റ് കാണും. നമുക്കൊരു പ്ലഞ്ചർ വേണം 50 mm ഡയ ഉള്ളത്. പിന്നെ ഇത് ലോഡ് അപ്ലൈ ചെയ്യുന്നൊരു സർചാർജ് വെയിറ്റ് അത് 147 mm ഡയ ആയിരിക്കും. പിന്നെ നമുക്ക് ഈ മൗൾഡിൽ അപ്ലൈ ചെയ്യുന്നൊരു ലോഡ് അപ്ലൈ ചെയ്യുന്ന ഒരു കംപ്രഷൻ ടെസ്റ്റിംഗ് മെഷീനും വേണം.
ഓക്കെ. ഇനി ഈ CBR ടെസ്റ്റിന്റെ പ്രൊസീജിയർ എങ്ങനെയാ? CBR ടെസ്റ്റിന്റെ പ്രൊസീജിയർ എങ്ങനെയാന്ന് വെച്ചാൽ സ്പെസിമെൻ ഇൻ ദ മൗൾഡ് ഈസ് സബ്ജക്റ്റഡ് ടു 4 days സോക്കിംഗ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഈ ഒരു സ്പെസിമെൻ ഇതിനകത്ത് സോയിലൊക്കെ ഫില്ല് ചെയ്ത് ഒരു പ്രത്യേക രീതിയിലുണ്ട്, നമ്മൾ എന്താ IS കോഡുകളിൽ പറയും, അതുപോലെ നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യണം? 4 ദിവസം സോക്ക് ചെയ്ത് വെക്കണം, വെള്ളത്തിൽ മുക്കി വെക്കണം. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? ലോഡ് ഈസ് അപ്ലൈഡ് ഇൻ ദ സിലിണ്ടറിക്കൽ പ്ലഞ്ചർ. നമ്മൾ എന്ത് ചെയ്യണം? സിലിണ്ടറിക്കൽ പ്ലഞ്ചറിൽ നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യണം. ആ ലോഡ് അപ്ലൈ ചെയ്യുന്ന പ്ലഞ്ചറിൻ്റെ ഡയ നമ്മൾ പറഞ്ഞില്ലേ 5 cm ഡയ ഉള്ള പ്ലഞ്ചർ, അതിൻ്റെ ഒരു പെനട്രേഷൻ ഉണ്ട്. ആ പ്ലഞ്ചർ ഇതിനകത്തോട്ട് പെനട്രേറ്റ് ചെയ്യും. ആ പെനട്രേറ്റ് ചെയ്യുന്ന ഒരു റേറ്റ് ഉണ്ട്, അതായത് 1.25 mm പെർ മിനിറ്റിൽ. ഒരു മിനിറ്റിൽ 1.25 mm പെനട്രേറ്റ് ചെയ്യാവുള്ളൂ. ഓക്കെ, ആ റേറ്റിൽ നമ്മൾ ഇവനെ പെനട്രേറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഓരോ പെനട്രേഷൻ 0 പെനട്രേഷൻ 0.5 1 2 2.5 3 3 4 5 7 10 12.5 അങ്ങനെ ഓരോ പെനട്രേഷൻ വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലോഡ് നമ്മൾ എന്ത് ചെയ്യണം? നോട്ട് ചെയ്ത് പോകണം. ഓക്കെ, കംപ്രഷൻ ടെസ്റ്റിംഗ് മെഷീന് ഡയൽ ഗേജ് ആണ്, അതിനകത്ത് നമുക്ക് ലോഡ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്യണം? ലോഡ് പെനട്രേഷൻ കർവ് പ്ലോട്ട് ചെയ്യണം. ഓക്കെ, ലോഡ് പെനട്രേഷൻ കർവ് പ്ലോട്ട് ചെയ്തിട്ട് ഈ ഒരു കർവിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? എന്ന് പറയുന്നത് ആദ്യം ഒരു കോൺകേവ് അപ്വേർഡ്സ് ആയിട്ടൊക്കെ ഇരിക്കുന്ന ഒരു കർവായിരിക്കും. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? ഇനീഷ്യലി അതൊരു കോൺകേവ് അപ്വേർഡ്സ് ആയിട്ടിരിക്കും. അത് സർഫസ് ഇറഗുലാരിറ്റീസ് ഒക്കെ ഉണ്ട്, അതായത് ടോപ്പ് സർഫസിലല്ലേ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ആ ടോപ്പ് സർഫസ് എന്ന് പറയുമ്പോൾ കുറച്ച് ഇറഗുലർ ഒക്കെ ആയിരിക്കുന്നതുകൊണ്ട് ആദ്യം അതൊരു കോൺകേവ് അപ്വേർഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ചിലപ്പോൾ അത് ഈ തിയറി ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം, ആദ്യം ഈ കോൺകേവ് ആയിട്ടാണ് ഇരിക്കുന്നത്, എന്തുകൊണ്ടാണെന്നൊക്കെ വേണേൽ ചോദിക്കാം. അങ്ങനെ ചോദിച്ചാൽ സർഫസ് ഇറഗുലാരിറ്റി കാരണമാണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ അതിനെ ഈ സർഫസ് ഇറഗുലാരിറ്റി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനൊരു ടാൻജൻറ്റ് വരയ്ക്കും. കറക്ഷൻ അപ്ലൈ ചെയ്തൊരു ടാൻജൻറ്റ് വരയ്ക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ആ ടാൻജൻറ്റ് ഈ ഹൊറിസോണ്ടൽ പോയിന്റിനെ മീറ്റ് ചെയ്യുന്നൊരു പോയിന്റ് നമ്മൾ കണ്ടുപിടിക്കും. ഈ കർവിൽ ടാൻജൻറ്റ് ഈ ഹൊറിസോണ്ടൽ ലൈൻ ലോഡ് പെനട്രേഷൻ കർവാണ് നമ്മൾ വരയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഹൊറിസോണ്ടൽ ലൈനിൽ മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് നമ്മൾ കണ്ടുപിടിക്കും. എന്നിട്ട് ടെസ്റ്റ് ലോഡ് ഫോർ 2.5 mm ആൻഡ് 5 പെനട്രേഷൻ ആണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. അതായത് ഈ 2.5 mm പെനട്രേഷൻ ഒരു ടെസ്റ്റ് ലോഡ് കാണും, 5 mm പെനട്രേഷൻ ഒരു ടെസ്റ്റ് ലോഡ് കാണും. ഈ രണ്ട് പെനട്രേഷൻ വാല്യൂസ് ആണ് നമുക്ക് CBR വാല്യൂവിൽ നിന്ന് നമുക്ക് വേണ്ടത്. ഓക്കെ, CBR വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടത് 2.5 mm അല്ലെ 5 mm പെനട്രേഷൻ്റെ ലോഡ് വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ CBRൻ്റെ ഗ്രാഫൊക്കെ ചെയ്തിട്ട് വരച്ചവർക്കറിയാം ഭയങ്കര പാടാണ്. ഗ്രാഫ് കിട്ടാൻ നമ്മൾ ഒത്തിരി തവണ കറക്ഷനൊക്കെ ചെയ്തിട്ടായിരിക്കും നമുക്ക് കിട്ടിയത് ലാബിൽ. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് CBR ടെസ്റ്റിൻ്റെ ഗ്രാഫ് വരയ്ക്കുന്നതിനെ പറ്റിയിട്ട് പറയുന്നത്. അടുത്തത് ഇതുപോലൊക്കെ ഇരിക്കും അതിൻ്റെ ഗ്രാഫ്. ഞാൻ പറഞ്ഞില്ലേ, ഇനീഷ്യലി ഒരു കോൺകേവ് അപ്വേർഡ്സ് ആയിട്ടായിരിക്കും ഇങ്ങനെ ആയിരിക്കും ഇരിക്കുക. അത് കഴിഞ്ഞിട്ട് ഇതുണ്ടാകുന്നത് സർഫസ് ഇറഗുലാരിറ്റി കാരണമാണ് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് ഇത് കണ്ടോ, ഇങ്ങനെ ടാൻജൻറ്റ് വരയ്ക്കുന്നുണ്ടോ? ഇങ്ങനെ ടാൻജൻറ്റ് വരച്ച് ഇവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ വരയ്ക്കുക. ഇത് സ്പെസിമെൻ നമ്പർ 1, ഇവിടെ കറക്ഷൻ ഇല്ല. ഈ കോൺകേവിറ്റി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ കറക്ഷൻ കൊടുത്ത് വരയ്ക്കുക. ഓക്കെ, പെനട്രേഷൻ എക്സ് ആക്സിസിലും ലോഡ് വൈ ആക്സിസിലും. ലോഡ് കണ്ടോ 10 20 30 ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് പോവുക. പെനട്രേഷൻ mm കൊടുക്കുന്നത്. അപ്പോൾ കറക്ഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടാൻജൻറ്റ് വരച്ചത്. അത് കഴിഞ്ഞിട്ട് ടാൻജൻറ്റ് ഒരു പോയിന്റ് ഹൊറിസോണ്ടലിൽ മീറ്റ് ചെയ്യുമ്പോൾ അതായിരിക്കും നമ്മുടെ കറക്റ്റർ. പിന്നെ ഇതെടുക്കത്തില്ല, പിന്നെ കറക്റ്റർ എന്ന് പറഞ്ഞിട്ട് ഇതായിരിക്കും നമ്മൾ കർവായിട്ട് എടുക്കുക. ഓക്കെ, അത്രയും ക്ലിയർ ആയല്ലോ. ഇനി അടുത്തത് നമ്മുടെ CBR വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, CBR വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ P 2.5 or 5 mm നമ്മുടെ ലോഡ് നമ്മൾ പറഞ്ഞില്ലേ 2.5ന് 5 mm മെഷർ ചെയ്യുന്നത്. ആ 2.5 അല്ലെങ്കിൽ 5 mm ലോഡ് അല്ലെങ്കിൽ എന്താണ് P സ്റ്റാൻഡേർഡ് എന്നാണ്. P സ്റ്റാൻഡേർഡ് 2.5 mm or 5 mm അത് ഇൻറ്റു 100 എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ CBR വാല്യൂ. അത് നമ്മൾ പെർസെൻറ്റേജിലായിരിക്കും മെഷർ ചെയ്യുക. ഓക്കെ, അപ്പോൾ അത്രയും ക്ലിയർ ആയല്ലോ. ഇനിയും സാധാരണ വാല്യൂ എന്ന് പറയുമ്പോൾ CBR 2.5 mm പെനട്രേഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് CBR 5ൻ്റെ വാല്യൂവിനെക്കാട്ടിലും കൂടുതലായിരിക്കണം. ഓക്കെ, അപ്പോൾ സാധാരണ എന്താണ് 2.5 mm വാല്യൂ CBR at 5നെക്കാട്ടിലും കൂടുതലായിരിക്കണം. ഓക്കെ, അപ്പം എന്ത് ചെയ്യും? അല്ലെങ്കിൽ അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ഹയർ ഓഫ് ദ 2, അതായത് ഇതിനകത്തുള്ള വലിയ വാല്യൂ CBR 2.5 അല്ല CBR 5 ആണെങ്കിൽ 2.5 വാല്യൂ ഹയർ ആണെങ്കിൽ നമ്മൾ അതായിരിക്കും എന്തായിട്ട് CBR ആയിട്ട് റിപ്പോർട്ട് ചെയ്യുക. പക്ഷേ ചില കേസുകളിൽ CBR 5 2.5നെക്കാട്ടിലും കൂടി വരും. അങ്ങനെ വരുവാണെങ്കിൽ എന്ത് ചെയ്യണം? ടെസ്റ്റ് റിപ്പീറ്റ് ചെയ്യണം. പിന്നെയും സെയിം റിസൾട്ടാണ് കിട്ടുന്നതെങ്കിൽ നമ്മുടെ ഹയർ വാല്യൂ അല്ലെങ്കിൽ CBR 5 വാല്യൂ ആയിട്ട് നമുക്ക് റിപ്പോർട്ട് ചെയ്യാം. മനസ്സിലായോ? സാധാരണ CBR 2.5 ഗ്രേറ്റർ ദാൻ CBR 5 ആണെങ്കിൽ ഹയർ വാല്യൂ, അതായത് CBR 2.5 വാല്യൂ ആണ് നമ്മൾ CBR വാല്യൂ ആയിട്ട് റിപ്പോർട്ട് ചെയ്യുക.
ഇൻ കേസ് CBR 5 വാല്യൂ ആണ് കൂടുതലെങ്കിൽ നമുക്ക് തെറ്റ് പറ്റി പോയിട്ടുണ്ടോ എന്ന് റിപ്പീറ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കുക. നോക്കിയിട്ടും പിന്നെയും സെയിം റിസൾട്ടാണ് കിട്ടുന്നതെങ്കിൽ നമ്മുടെ ഹയർ വാല്യൂ, അതായത് എന്താ CBR 5 വാല്യൂ നമ്മൾ CBR വാല്യൂ ആയിട്ട് റിപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യമൊക്കെയാണ് CBR ടെസ്റ്റിനെ പറ്റിയിട്ട് പറയാൻ വരുന്നത്. ഇനി അടുത്തത് നമ്മുടെ സ്റ്റാൻഡേർഡ് ലോഡ് വാല്യൂസ് ഓൺ ക്രഷ്ഡ് സ്റ്റോൺസ്. അപ്പം നമ്മൾ CBR വാല്യൂ കണ്ടുപിടിച്ചപ്പോൾ CBRന്റെ ഇക്വേഷൻ എന്താ പറഞ്ഞത്? P at 2.5 mm അല്ലെങ്കിൽ 5 mm ഡിവൈഡഡ് ബൈ P സ്റ്റാൻഡേർഡ് 2.5 or 5 mm എന്ന് പറഞ്ഞല്ലേ. ഈ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞ വാല്യൂ ഇല്ലേ, സ്റ്റാൻഡേർഡ് വാല്യൂ, ആ സ്റ്റാൻഡേർഡ് വാല്യൂ എന്ന് പറയുന്നത് കിലോഗ്രാമിലും കിലോഗ്രാം പെർ സെൻറ്റിമീറ്റർ സ്ക്വയറിലും 2.5 mm പെൻട്രേഷനും 5 mm പെൻട്രേഷനും എത്രയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്തുകൊണ്ടാണ്? ഈ സ്റ്റാൻഡേർഡ് വാല്യൂ എക്സാമിന് നമുക്ക് തരത്തില്ല. നമുക്ക് ഈ CBR വാല്യൂ ഇല്ലേ, സ്റ്റാൻഡേർഡ് വാല്യൂ അല്ലെ സ്റ്റാൻഡേർഡ് ലോഡ് നമുക്ക് എക്സാമിന് തരത്തില്ല. അപ്പോൾ ഈ 4 വാല്യൂസ് നമ്മൾ കാണാൻ പഠിക്കണ്ട. ഓക്കെ, അപ്പോൾ ഈ വാല്യൂ തരാത്തപ്പം നമുക്ക് ഈ P2.5 CBR വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞുകൊണ്ട് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമ്മൾ അത് എഴുതണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ വാല്യൂ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പം നമ്മുടെ ഇക്വേഷൻ എങ്ങനെയായിരുന്നു? ഓക്കെ, അപ്പം നമ്മൾ നമ്മുടെ വാല്യൂസ് പറഞ്ഞു. പെനട്രേഷന് 2.5 mm പെനട്രേഷൻ ആണെങ്കിൽ CBR 2.5 mm പെനട്രേഷനും 5 mm പെനട്രേഷനും, സ്റ്റാൻഡേർഡ് ലോഡ് നമ്മൾ കിലോഗ്രാമിലാണ് പറയുന്നതെങ്കിൽ സ്റ്റാൻഡേർഡ് ലോഡ് കാണാൻ പഠിക്കണം. 1370 കിലോഗ്രാം അല്ലെങ്കിൽ 2055 കിലോഗ്രാം എന്നാണ് വരുന്നത്. ഓക്കെ, 1370 അല്ലെങ്കിൽ 2055 എന്നാണ് വരുന്നത്. ഇനി നമ്മൾ ഈ സ്റ്റാൻഡേർഡ് ലോഡ് കിലോഗ്രാം പെർ സെൻറ്റിമീറ്റർ സ്ക്വയറിലാണ് വരുന്നതെങ്കിൽ ഓർത്താൽ മതി, ഇവിടെ ഒരു 70 വരും, പിന്നെ 105 എന്നും വരും. ഓക്കെ, അപ്പം ഇങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക. നമ്മൾ ലാസ്റ്റ് കാണിച്ച ടേബിൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് നോർത്ത് ഡക്കോട്ട ടെസ്റ്റിനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ നോർത്ത് ഡക്കോട്ട കോൺ ടെസ്റ്റ് എന്നും ഈ ടെസ്റ്റിന് പറയും. ഓക്കെ, ഇപ്പോൾ ഈ ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു എന്താണ്, അനദർ ആർബിട്രറി സ്ട്രെങ്ത് ടെസ്റ്റാണ്. ഓക്കെ, അപ്പോൾ ഈ കോൺ പെനിട്രേഷൻ ടെസ്റ്റിന് ഇതെന്താണ്? കോൺ പെനിട്രേഷൻ ടെസ്റ്റ് സിമിലർ ടു കാലിഫോർണിയ ബിയറിംഗ് റേഷ്യോ. ഇതൊരു കോൺ പെനിട്രേഷൻ ടെസ്റ്റ് പോലത്തെ ടെസ്റ്റാണ്. നമ്മൾ കോൺ പെനിട്രേഷൻ ടെസ്റ്റൊക്കെ നമ്മൾ ഇതിൽ പഠിക്കുന്നില്ലേ, GT പഠിക്കുന്നില്ലേ? ഓക്കെ, GT നമ്മൾ എന്തിനാണ് സോയിൽ എക്സ്പ്ലോറേഷൻ്റെ സമയത്തൊക്കെ പഠിക്കുന്നുണ്ട് കോൺ പെനിട്രേഷൻ ടെസ്റ്റ്. അപ്പോൾ ഇതും കാലിഫോർണിയ ബിയറിംഗ് റേഷ്യോ ടെസ്റ്റിന് CBR ടെസ്റ്റിന് സിമിലർ ആണ്. ഓക്കെ, അപ്പോൾ ഇത് ഡെവലപ്പ് ചെയ്തത് ആരാണ്? നോർത്ത് ഡക്കോട്ട സ്റ്റേറ്റ് ഹൈവേ ഡിപ്പാർട്ട്മെൻ്റ് ആണ് ഈ ടെസ്റ്റ് ഡെവലപ്പ് ചെയ്തത്. ഓക്കെ, പിന്നെ ഈ ടെസ്റ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സിമ്പിളർ ആണ്, കുറച്ചുകൂടെ റാപ്പിഡ് ആണ്. എന്തിനേക്കാട്ടിലും നമ്മുടെ CBR ടെസ്റ്റിനെക്കാട്ടിലും കുറച്ചുകൂടെ സിമ്പിളും റാപ്പിഡും ആണ്. ഓക്കെ, പിന്നെ ഓക്കെ, അപ്പം നമ്മൾ കോൺ പെനിട്രേഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? അത് ഈ നോർത്ത് ഡക്കോട്ട കോൺ ടെസ്റ്റ് എന്ന് പറയുന്നത് സിമിലർ ടു കാലിഫോർണിയ ബിയറിംഗ് റേഷ്യോ ടെസ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ കോൺ പെനിട്രേഷൻ ടെസ്റ്റ് ഒക്കെ നമ്മൾ GT പഠിച്ചിട്ടില്ലേ? GT നമ്മൾ എന്താണ് സോയിൽ എക്സ്പ്ലോറേഷൻ്റെ സമയത്തൊക്കെ നമ്മൾ ഈ കോൺ പെനിട്രേഷൻ ടെസ്റ്റിനെ പറ്റിയിട്ട് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഡെവലപ്പ് ചെയ്തത് നോർത്ത് ഡക്കോട്ട സ്റ്റേറ്റ് ഹൈവേ ഡിപ്പാർട്ട്മെൻ്റ് ആണ് ഇത് ഡെവലപ്പ് ചെയ്തത്. ഈ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ സിമ്പിളാണ്, പിന്നെന്താണ് കുറച്ചുകൂടെ റാപ്പിഡ് ആണ്. എന്തിനേക്കാട്ടിലും CBR ടെസ്റ്റിനെക്കാട്ടിലും. CBR ടെസ്റ്റ് ആകുമ്പോൾ നമ്മൾ 4 days ഒക്കെ സോക്ക് ചെയ്തിട്ടൊക്കെയല്ലേ ചെയ്യുന്നത്. ഇനി ഇറ്റ്സ് യൂസ് ഈസ് റെസ്ട്രിക്റ്റഡ് ടു ഫൈൻ ഗ്രൈൻഡ് സോയിൽ. പക്ഷേ ഈ ഒരു ടെസ്റ്റ് നമുക്ക് ഫൈൻ ഗ്രൈൻഡ് സോയിൽസിന് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആൻഡ് ഇറ്റ് ഈസ് കൺസിഡേർഡ് റിലയബിൾ ഓൺലി ഫോർ ക്ലേ സോയിൽസ്. ഓക്കെ, അപ്പോൾ എന്താണ്, അപ്പോൾ ഇത് റിലയബിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഇതെന്താണ്, നമ്മൾ ഫൈൻ ഗ്രൈൻഡ് സോയിൽസിൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. എന്താണ്, ക്ലേ സോയിൽസിൽ മാത്രമേ ഇത് റിലയബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഫൈൻ ഗ്രൈൻഡ് സോയിൽസിൽ റെസ്ട്രിക്റ്റഡ് ആണ്, അതിൻ്റെ യൂസ് റെസ്ട്രിക്റ്റഡ് ആണ്. അതതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ്. ഓക്കെ, അപ്പം ഇതിൽ യൂസ് ചെയ്യുമ്പോഴത്തേനും ഇതൊരു ആർബിട്രറി സ്ട്രെങ്ത് ടെസ്റ്റ് കേട്ടോ. അപ്പം ഈ കോൺ നമ്മൾ ഇതിനകത്തൊരു കോൺ യൂസ് ചെയ്യുന്ന പറയുന്നില്ലേ, അപ്പോൾ ആ കോണിൻ്റെ സെമി വെർട്ടെക്സ് ആംഗിൾ ഒക്കെ വേണമെങ്കിൽ നമ്മളോട് ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുന്ന കോണിൻ്റെ സെമി വെർട്ടെക്സ് ആംഗിൾ എന്ന് പറയുന്നത് 7°45' ആയിരിക്കും. ഓക്കെ, അപ്പോൾ നോർത്ത് ഡക്കോട്ട കോൺ ടെസ്റ്റ് എന്താണെന്ന് പഠിച്ചല്ലോ. CBR ടെസ്റ്റ് പോലെ യൂസ് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് നോർത്ത് ഡക്കോട്ട കോൺ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തത്
അഗ്രിഗേറ്റ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അഗ്രിഗേറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ? അഗ്രിഗേറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? മെയിൻ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അല്ലേ? നമ്മുടെ പേയ്മെൻറ്റ് കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ പേയ്മെൻറ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന സബ് ബേസ് ആയിട്ടും ബേസ് കോഴ്സ് ആയിട്ടും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന മെയിൻ കോൺസ്റ്റിറ്റ്യൂവൻ്റ് ആണ് എന്ത്? നമ്മുടെ അഗ്രിഗേറ്റ്സ്. നമ്മൾ എവിടെയൊക്കെ യൂസ് ചെയ്തത്? സബ് ബേസിലും ബേസ് കോഴ്സിലും ഒക്കെ നമ്മൾ അവനെ യൂസ് ചെയ്യും അല്ലേ? ഇനി നമ്മുടെ സ്ട്രെങ്ത് ഓഫ് ദ ഫ്ലെക്സിബിൾ പേയ്മെന്റ് എന്ന് പറയുന്നത് അഗ്രിഗേറ്റിന്റെ സ്ട്രെങ്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, നമ്മളിപ്പോൾ റോഡിന്റെ കൺസ്ട്രക്ഷൻ്റെ ഒക്കെ വർക്ക് നടക്കുമ്പോഴത്തേനും നമ്മൾ അഗ്രിഗേറ്റ്സിന്റെ കളർ നോക്കും. ഓക്കെ, അഗ്രിഗേറ്റ്സിന്റെ കളർ ഇതുപോലെയൊക്കെ ഇച്ചിരി ഇതായിട്ട്, അതായത് ഇച്ചിരി ഗ്രേയിഷ് കളറായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അതിന് സ്ട്രെങ്ത് കുറവാണ്. അഗ്രിഗേറ്റിന് സ്ട്രെങ്ത് കുറവാണ്. ഇതുപോലെ ഇച്ചിരി ഡാർക്ക് കളർ അഗ്രിഗേറ്റ്സ് ആണ് നമ്മൾ കുറച്ചുകൂടെ സ്ട്രെങ്ത് കൂടുതലുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു ഫ്ലെക്സിബിൾ പേയ്മെന്റിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ആ അഗ്രിഗേറ്റിന്റെ സ്ട്രെങ്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? ആ അഗ്രിഗേറ്റിന്റെ ഇന്റർലോക്കിംഗ് പ്രോപ്പർട്ടിയാണ് ആ ഫ്ലെക്സിബിൾ പേയ്മെന്റിന് സ്ട്രെങ്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് ഓക്കെ, ഇനി നമുക്ക് ഹാർഡ് അഗ്രിഗേറ്റ്സ് എന്താണെന്ന് നോക്കാം. ഹാർഡ് അഗ്രിഗേറ്റ്സ് ഞാൻ പറഞ്ഞു, ഇതുപോലെ നല്ല ബ്ലാക്ക് കളറുള്ള അഗ്രിഗേറ്റ്സ് ആണ് ഏറ്റവും സ്ട്രോങ് അഗ്രിഗേറ്റ്സ്. നിങ്ങളിപ്പം കൺസ്ട്രക്ഷൻ സൈറ്റിലോ വർക്കിലോ വീട്ടിലൊക്കെ എന്തെങ്കിലും വർക്ക് എടുക്കുമ്പോൾ നമ്മൾ നോക്കുക, നമ്മുടെ അഗ്രിഗേറ്റ്സ് ഇതുപോലെ നല്ല ഡാർക്ക് കളർ ആണെങ്കിൽ അത് തന്നെ വാങ്ങിക്കാൻ ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഹാർഡ് അഗ്രിഗേറ്റ്സ് നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നത്? വിയറിംഗ് കോഴ്സ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഹാർഡ് അഗ്രിഗേറ്റ് വിയറിംഗ് കോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ടോപ്പ് ലെയറുകളിലായിരിക്കും നമ്മളിതിനെ യൂസ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ ഹാർഡ് അഗ്രിഗേറ്റ്സ് സുപ്പീരിയർ പേയ്മെന്റ് കൺസ്ട്രക്ഷൻ യൂസ് ചെയ്യും. പിന്നെ എന്ത് ചെയ്യുക? ബേസ് കോഴ്സിൽ നമുക്ക് ഇവനെ യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഹാർഡ് അഗ്രിഗേറ്റിന്റെ എക്സാമ്പിൾ എന്താണ്? ഗ്രാനൈറ്റ് ആണ്. ഓക്കെ, ഹാർഡ് അഗ്രിഗേറ്റിന്റെ എക്സാമ്പിൾ ഗ്രാനൈറ്റ് സ്റ്റോൺ. നമ്മൾ ഗ്രാനൈറ്റ് ഒക്കെ പഠിച്ചില്ലേ ബിൽഡിംഗ് മെറ്റീരിയൽസിൽ? അപ്പോൾ ആ ഗ്രാനൈറ്റ് എന്നാണ് എന്ത്? ഹാർഡ് അഗ്രിഗേറ്റ്സ് ആയിട്ട് നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് അഗ്രിഗേറ്റ്സിന്റെ പ്രോപ്പർട്ടിയാണ്. ഓക്കെ, ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്താ? ടഫ്നെസ്. ടഫ്നെസ് എന്ന് പറയുമ്പോഴേ ഓർത്തോണം ടഫ് ഇമ്പാക്റ്റ്. ഈ ഇമ്പാക്റ്റിന്റെ ടീയും ഈ ടഫ് ടീയുടെ കണക്ട് ചെയ്തോണം. അപ്പോൾ റെസിസ്റ്റൻസ് അഗെയിൻസ്റ്റ് ഇമ്പാക്ട് ഡ്യൂ ടു മൂവിങ് വീൽ ലോഡിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ടഫ്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ വീൽ ലോഡ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തുണ്ടാവും? ഇമ്പാക്ട് ലോഡ് ഉണ്ടാവും. എവിടെ? നമ്മുടെ അഗ്രിഗേറ്റ്സിൽ. അതിനെ അഗ്രിഗേറ്റ് എങ്ങനെ റെസിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് എന്ത്? അതിൻ്റെ ടഫ്നെസ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പം ടഫ്നെസ് എന്താണെന്ന് പഠിച്ചല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? അഗ്രിഗേറ്റ് ഇമ്പാക്ട് ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്. ഈ ടഫ്നെസ് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെസ്റ്റാണ് എന്ത്? അഗ്രിഗേറ്റ് ഇമ്പാക്ട് ടെസ്റ്റ്. അപ്പം നമ്മളോട് ചിലപ്പോൾ ചോദിക്കാം അഗ്രിഗേറ്റ് ഇമ്പാക്ട് ടെസ്റ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? അപ്പം ഇമ്പാക്ട് എന്ന് കണ്ടാൽ ഓർത്തോണം ടഫ്നെസ് എന്ന് എഴുതിക്കണം. അല്ലെങ്കിൽ ടഫ്നെസ് മെഷർ ചെയ്യുന്ന ഏത് ടെസ്റ്റാണ് അങ്ങനെ വെച്ചാൽ അഗ്രിഗേറ്റ് ഇമ്പാക്ട് ടെസ്റ്റ് എഴുതിക്കണം. അപ്പോൾ ഇതിൽ നമ്മൾ സ്പെസിമെൻ എടുക്കുന്നതെന്ന് പറയുന്നത് 12.5 mm CV കൂടെ പാസ് ചെയ്ത് 10 mm CVയിൽ റീറ്റെയിൻ ചെയ്യുന്ന അഗ്രിഗേറ്റ്സ് ആണ് നമ്മൾ എടുക്കുക. നിങ്ങൾ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് ലാബിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മെയിൻലി നിങ്ങൾ യൂസ് ചെയ്യുന്ന രണ്ട് CV ഇതാ. ഓക്കെ, 12.5 mm 10 mm. അപ്പോൾ 12.5 പാസ് ചെയ്യുകയും വേണം, 10 mm റീറ്റെയിൻ ചെയ്യുകയും വേണം. അങ്ങനെയുള്ള അഗ്രിഗേറ്റ്സ് ആണ് ടഫ്നെസ് ടെസ്റ്റിന് യൂസ് ചെയ്യുക. ഓക്കെ, ഇനിയും അതിൽ ഇത്രയും യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യും? നമ്മൾ 3 ലെയേഴ്സ് ആയിട്ടാണ് ഫില്ല് ചെയ്യുന്നത്. ഓരോ ലെയറിനെ നമ്മൾ 25 ടൈംസ് നമ്മൾ എന്ത് ചെയ്യും? ടാമ്പ് ചെയ്യിക്കും. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? ഒരു ഹാമർ, നമ്മൾ ഹാമർ യൂസ് ചെയ്യും. ഒരു 13.5 to 14 kilogram വെയിറ്റ് ഉള്ളൊരു ഹാമർ യൂസ് ചെയ്യും. ഓക്കെ, ആ ഹാമർ യൂസ് ചെയ്തിട്ട് ആ ഹാമറിനെ എന്ത് ചെയ്യും? ഫ്രീ ഫോൾഡ് ചെയ്യും. 38 mm ഫ്രീ ഫോൾഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് എന്ത് കൊടുക്കും? 38 mm ഫ്രീ ഫോൾഡ് 15 ബ്ലോസ് ആയിട്ട് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇതിനകത്ത് നമ്മളിപ്പോൾ സ്പെസിമെനൊക്കെ ഫില്ല് ചെയ്ത് മോൾഡൊക്കെ വെച്ചിട്ട് ഇതാ നമ്മുടെ ഹാമർ ഈ ഇവിടെ ഹാൻഡിൽ പിടിച്ചിട്ട് നമ്മൾ ലാബിൽ നിന്ന് ഇങ്ങനെ 15 തവണ ഇടുന്നൊക്കെ ഓർക്കുന്നുണ്ടോ? ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഈ ടെസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് അഗ്രിഗേറ്റ് ഇമ്പാക്ട് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ അഗ്രിഗേറ്റ് ഇമ്പാക്ട് ടെസ്റ്റിൽ ഇതുപോലെ ബ്ലോസ് ഒക്കെ കൊടുത്ത് ഫ്രീ ഫോളൊക്കെ ഹാമർ ചെയ്യിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആ സാമ്പിൾ എടുക്കും. സാമ്പിൾ എടുത്തു കഴിഞ്ഞിട്ട് അതിനെ നമ്മൾ 2.36 mm CVയിൽ കൂടെ പാസ് ചെയ്യിക്കും. ഓക്കെ, പെർസെൻറ്റേജ് ഫൈൻസ് പാസിങ് 2.36 mm CV ടു ടോട്ടൽ അഗ്രിഗേറ്റ് വെയിറ്റ് നമ്മൾ കൺസിഡർ ചെയ്യും. ഇപ്പോൾ നമ്മൾ 1 kilogram സോയിൽ എടുത്തെങ്കിൽ അതിൽ അഗ്രിഗേറ്റ് എടുത്തെങ്കിൽ അതിൽ 2.36 കൂടെ ഇമ്പാക്റ്റ് കഴിഞ്ഞിട്ട് 2.36 അതിനെ അഗെയിൻ CV വെച്ചിട്ട് എത്ര പാസ് ചെയ്തു, അതായത് എത്ര പൊടിഞ്ഞു പോയി, അതിൻ്റെ മാസ് എടുക്കും. അതേ ഡിവൈഡഡ് ബൈ ടോട്ടൽ അഗ്രിഗേറ്റ് വെയിറ്റ് നമ്മൾ എന്തായിട്ട് റിപ്പോർട്ട് ചെയ്യും? അഗ്രിഗേറ്റ് ഇമ്പാക്ട് വാല്യൂ ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ അഗ്രിഗേറ്റ് ഇമ്പാക്ട് വാല്യൂ എന്ന് പറയുന്നത് വിയറിംഗ് കോഴ്സിന് ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ 35% ആയിരിക്കണം. ഓക്കെ, ഇനി നമ്മൾ എന്താ ബേസ് കോഴ്സിലാണെങ്കിൽ ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ 45%. ഓക്കെ, അപ്പോൾ അഗ്രിഗേറ്റ് ഇമ്പാക്ട് വാല്യൂവിൻ്റെ വാല്യൂസ് വേണം നമ്മളോട് ചോദിക്കാം. വിയറിംഗ് കോഴ്സിനാണെങ്കിൽ എത്രയാണ്? ലെസ് ദാൻ 35% എന്നാണ്. പിന്നെ നമ്മുടെ ബേസ് കോഴ്സിനാണെങ്കിൽ എത്രയാണ്? ലെസ് ദാൻ
45% ആയിരിക്കണം. അപ്പോൾ വിയറിംഗ് കോഴ്സിന് കുറച്ചുകൂടെ നല്ല ഇമ്പാക്റ്റ്, അതായത് ഒത്തിരി ഒന്നും പൊടിയാത്ത വിധത്തിലുള്ള അഗ്രിഗേറ്റ്സ് യൂസ് ചെയ്യണം. ബേസ് കോഴ്സ് വരുമ്പോൾ കുറച്ചുകൂടെ സ്ട്രെങ്ത് കുറവ്, അല്ലെങ്കിൽ എന്താണ് 45 ഡിഗ്രി ഒക്കെ 45% വരെ ഒക്കെ എന്താണ് നമുക്ക് അലവ് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? ഓക്കെ, ഇനി അടുത്തത് സൗണ്ട്നെസ് ടെസ്റ്റ് ആണ്. ഓക്കെ, അപ്പം സൗണ്ട്നെസ് എന്ന് പറഞ്ഞാൽ എന്താ? സൗണ്ട്നെസ് നമ്മൾ കേട്ടിട്ടില്ലേ? സിമെന്റ് ഒക്കെ സൗണ്ട്നെസ് നമ്മൾ പഠിച്ചിട്ടില്ലേ? റെസിസ്റ്റൻസ് ഓഫ് അഗ്രിഗേറ്റ് ടു വെതറിങ് ആക്ഷൻ ആണ് നമ്മൾ സൗണ്ട്നെസ് എന്ന് പറയുന്നത്. വെതറിങ് ആക്ഷൻ എന്ന് പറയുമ്പോൾ എന്താ? നമ്മുടെ ഒരു അഗ്രിഗേറ്റ് അല്ലെങ്കിൽ ഒരു റോഡ് ഇട്ടാൽ അത് കണ്ടിന്യൂസ് ആയിട്ട് ആ വെതറിനെ ഫുള്ള് റെസിസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക അല്ലേ? വെതറിങ് ആക്ഷന് അതിനകത്ത് നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം ആ ഒരു അഗ്രിഗേറ്റിന് വെതറിന് അഗെയിൻസ്റ്റ് ആയിട്ട് എത്ര റെസിസ്റ്റൻസ് ഉണ്ടെന്നുള്ളതാണ് നമ്മൾ സൗണ്ട്നെസ് ടെസ്റ്റിൽ പറയുന്നത്. അപ്പോൾ ഈ സൗണ്ട്നെസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? സൊല്യൂഷൻ ഓഫ് സോഡിയം സൾഫേറ്റ് അല്ലെങ്കിൽ മഗ്നീഷ്യം സൾഫേറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. സോഡിയം സൾഫേറ്റ് അല്ലെങ്കിൽ മഗ്നീഷ്യം സൾഫേറ്റ്. സോഡിയം സൾഫേറ്റ് ഇത് കറക്റ്റ് ഫോമിൽ ഇതിൽ സോഡിയം സൾഫേറ്റ് അല്ലെങ്കിൽ മഗ്നീഷ്യം സൾഫേറ്റ് ആണ് നമ്മളിതിന് സൊല്യൂഷനായിട്ട് യൂസ് ചെയ്യുക. ഇനി the average loss of weight after 10 such cycles should not exceed 12% if tested with sodium sulfate. നമ്മളിപ്പോൾ ഈ സോഡിയം സൾഫേറ്റ് വെച്ചിട്ടാണ് മെഷർ ചെയ്യുന്നതെങ്കിൽ, സോഡിയം സൾഫേറ്റ് സൊല്യൂഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ, നമ്മൾ ഈ ഒരു സൊല്യൂഷനകത്തിട്ട് നമ്മൾ 10 സൈക്കിൾസ് നമ്മൾ ഇതുപോലെ ചെയ്ത് നോക്കി കഴിയുമ്പോഴത്തേനും എന്താ ഒരു ആവറേജ് വെയിറ്റ്, അതായത് ഈ 10 സൈക്കിൾസ് നമ്മൾ ടെസ്റ്റ് ഇതുപോലെ ചെയ്ത് കഴിയുമ്പോൾ ആവറേജ് ലോസ് എത്രയിൽ കൂടാൻ പാടില്ല? 12% കൂടാൻ പാടില്ല. സോഡിയം സൾഫേറ്റ് ആണെങ്കിൽ എത്രയാണ്? 12%. ഓക്കെ, ഇനി മഗ്നീഷ്യം സൾഫേറ്റ് ആണെങ്കിലോ അതെന്ന് പറയുന്നത് 18%. ഓക്കെ, അപ്പം 12ഉം 18ഉം. സോഡിയം സൾഫേറ്റ് ആണെങ്കിൽ 12, മഗ്നീഷ്യം സൾഫേറ്റ് ആണെങ്കിൽ 18. ഓക്കെ, അപ്പോൾ ആ രണ്ട് വാല്യൂസ് ആണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ സൗണ്ട്നെസ് ടെസ്റ്റ് പഠിച്ചല്ലോ. രണ്ട് സൊല്യൂഷൻസ് യൂസ് ചെയ്യാം, സോഡിയം സൾഫേറ്റ്, മഗ്നീഷ്യം സൾഫേറ്റ്. സോഡിയം സൾഫേറ്റിനാണെങ്കിൽ ഇതുപോലെ 10 സൈക്കിൾ യൂസ് ചെയ്ത് കഴിയുമ്പം 12% കുറവായിരിക്കണം. പിന്നെ എന്തായിരിക്കണം? മഗ്നീഷ്യം സൾഫേറ്റ് ആണെങ്കിൽ അത് 18% കുറവായിരിക്കണം. ഓക്കെ, ഇനി അടുത്തതാണ് ഷേപ്പ് ടെസ്റ്റ്. ഷേപ്പ് ടെസ്റ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലേ? ഫ്ലേക്കിനെസ് ഇൻഡെക്സ്, ഇലോങ്ങേഷൻ ഇൻഡെക്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഷേപ്പ് എന്ന് പറയുമ്പോൾ എന്താ? അതിൻ്റെ ഒരു ഷേപ്പിനെ പറ്റിയിട്ടുള്ള ഒരു ഐഡിയ. ഓക്കെ, അത് ഫ്ലേക്കി ആണോ ഇലോങ്ങേറ്റഡ് ആണോ, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ, ഓക്കെ, അങ്ങനെയുള്ള ഒരു ഷേപ്പ് ടെസ്റ്റ് നടത്തുക. ആ ഷേപ്പ് ടെസ്റ്റിൽ നമ്മളിപ്പം ബെറ്റർ ഷേപ്പ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു റോഡ് സർഫസിൽ റോഡിൽ യൂസ് ചെയ്യേണ്ട നമ്മുടെ അഗ്രിഗേറ്റിൻ്റെ ബെറ്റർ ഷേപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ആംഗുലാർ ഷേപ്പാണ്. ഓക്കെ, എന്തുകൊണ്ടാണ്? നല്ല ഇൻ്റർലോക്കിംഗ് കിട്ടുന്ന ആംഗുലാർ ഷേപ്പിൽ. അപ്പോൾ ഈ ഷേപ്പ് ടെസ്റ്റിൽ നമ്മൾ ചെയ്യുന്ന ആദ്യത്തെ ടെസ്റ്റാണ് ഫ്ലേക്കിനെസ് ഇൻഡെക്സ്. ഫ്ലേക്കിനെസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലേക്കിനെസ് ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ പെർസെൻറ്റേജ് ബൈ വെയിറ്റ് ഓഫ് അഗ്രിഗേറ്റ് പാർട്ടിക്കിൾസ് ഹൂസ് ലീസ്റ്റ് ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അതിൻ്റെ തിക്നെസ് ആയിരിക്കും അല്ലേ? ലീസ്റ്റ് ഡയമെൻഷൻ അല്ലെങ്കിൽ തിക്നെസ് ഈസ് ലെസ് ദാൻ 0.6 ടൈംസ് ദെയർ മീൻ ഡയമെൻഷൻ. ഓക്കെ, അതായത് എന്താ? നമ്മൾ തിക്നെസ് ലെസ് ദാൻ 0.6 ടൈംസ് മീൻ ഡയമെൻഷൻ ആയിട്ടുള്ള, ഓക്കെ, 0.6 ടൈംസ് മീൻ ഡയമെൻഷൻ, അതായത് നമ്മുടെ തിക്നെസ് 0.6 ടൈംസ് മീൻ ഡയമെൻഷനേക്കാട്ടിലും കുറവായിട്ടുള്ള പാർട്ടിക്കിൾസിൻ്റെ പെർസെൻറ്റേജ് നമ്മൾ കണ്ടുപിടിക്കുക. ഓക്കെ, ഇത് നമ്മൾ സാധാരണ ഒരു 6.3 mm സൈസിന് മുകളിലുള്ള അഗ്രിഗേറ്റ്സിലെ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ? ഈ ടെസ്റ്റ് നമ്മൾ ചെയ്യത്തുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് റോഡ് അഗ്രിഗേറ്റ്സ് ഒക്കെ ആണെങ്കിൽ ഫ്ലേക്കിനെസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് സാധാരണ ലെസ് ദാൻ 15% ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഫ്ലേക്കിനെസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഈ 6.3 mm സൈസിന് മേളിലുള്ള കുറച്ച് അഗ്രിഗേറ്റ്സ് എടുക്കും. അഗ്രിഗേറ്റ്സ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇതുപോലെ ഒരു ഫ്ലേക്കിനെസ് ഇൻഡെക്സിൻ്റെ ഒരു ഗേജ് ഉണ്ട്. ആ ഗേജിൽ കൂടെ നമ്മളിങ്ങനെ പാസ് ചെയ്ത് നോക്കും. ഓക്കെ, പാസ് ചെയ്ത് നോക്കി കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? പെർസെൻറ്റേജ് ബൈ വെയിറ്റ് ഓഫ് പാർട്ടിക്കിൾസ് ഹൂസ് ലീസ്റ്റ് ഡയമെൻഷൻ അല്ലെങ്കിൽ തിക്നെസ് എന്ന് പറയുന്നത് ലെസ് ദാൻ 0.6 ടൈംസ് ദെയർ മീൻ ഡയമെൻഷൻ ആയിട്ടുള്ള ആ പാർട്ടിക്കിൾസിനെ എടുത്തിട്ട് അത് ഡിവൈഡഡ് ബൈ എത്ര നമ്മൾ മെറ്റീരിയൽ എടുത്തു അത് ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ നമുക്ക് ഫ്ലേക്കിനെസ് ഇൻഡെക്സ് കിട്ടും. ആ ഫ്ലേക്കിനെസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് 15% കുറവായിരിക്കണം. ഓക്കെ, ഇനി അടുത്തതാണ് ഇലോങ്ങേഷൻ ഇൻഡെക്സ്. ഓക്കെ, അടുത്ത എന്താണ്? ഇലോങ്ങേഷൻ ഇൻഡെക്സ്. ഇനി ഇലോങ്ങേഷൻ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇലോങ്ങേഷൻ ഇൻഡെക്സ് എന്ന് പറയുമ്പം പെർസെൻറ്റേജ് ബൈ വെയിറ്റ് ഓഫ് പാർട്ടിക്കിൾസ് ഹൂസ് ഗ്രേറ്റസ്റ്റ് ഡയമെൻഷൻ അല്ലെങ്കിൽ എന്താ? ഗ്രേറ്റസ്റ്റ് ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ എന്ത് വരും? ലെങ്ത് വരും അല്ലേ? ലെങ്ത് ഈസ് ഗ്രേറ്റർ ദാൻ ഗ്രേറ്റസ്റ്റ് ഡയമെൻഷൻ ഓർ ലെങ്ത് ഈസ് ഗ്രേറ്റർ ദാൻ 1.8 ടൈംസ് ദെയർ മീൻ ഡയമെൻഷൻ. ഓക്കെ, ഇപ്പം മീൻ ഡയമെൻഷൻ. ഓക്കെ, അപ്പം എന്തായിരുന്നു നമ്മുടെ ഫ്ലേക്കിനെസ് ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ ലീസ്റ്റ് ഡയമെൻഷൻ ലെസ് ദാൻ 0.6 ടൈംസ് ദെയർ മീൻ ഡയമെൻഷൻ ആയിരുന്നു. ഓക്കെ, 0.6 ടൈംസ് ദെയർ മീൻ ഡയമെൻഷൻ ആണ്.
ഇനി ഇലോങ്ങേഷൻ ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ ഗ്രേറ്റസ്റ്റ് ഡയമെൻഷൻ, അത് ഗ്രേറ്റർ ദാൻ 1.8 ടൈംസ് ദർ മീൻ ഡയമെൻഷൻ. അപ്പോൾ ഈ 1.8 0.6 എന്നുള്ള വാല്യൂ അത് രണ്ടും ഓർത്തിരിക്കുക. ഇനി നമ്മൾ യൂസ് ചെയ്യുന്ന റോഡ് അഗ്രിഗേറ്റിൻ്റെ അല്ലെങ്കിൽ എന്താ നമ്മൾ മെറ്റലൊക്കെ യൂസ് ചെയ്തില്ലേ, അതിൻ്റെ ഇലോങ്ങേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത് ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 10 to 15%, അതായത് ഒരു 10 to 15% വരെയൊക്കെ ആവാം, അതിൽ കൂടുതൽ ആവാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഇലോങ്ങേഷൻ ഇൻഡെക്സിൻ്റെ ഗേജ്. നമ്മൾ ഇതിൽ കൂടെ മെറ്റീരിയൽസിനെ ഈ പാർട്ടിക്കിൾസിനെ ഇതുവഴി കടത്തിവിട്ട് നമ്മൾ ഏത് സെറ്റിലാണ് ഓരോരോ പാർട്ടിക്കിൾസ് വരുന്നത് എന്നുള്ളത് നമ്മൾ മെഷർ ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് ഇലോങ്ങേഷൻ ഇൻഡെക്സിൻ്റെ ടെസ്റ്റ് ചെയ്തത്. ഓക്കെ, ഇനി അടുത്തത് സ്ട്രെങ്ത് ഓഫ് അഗ്രിഗേറ്റ്. അപ്പം ഒരു അഗ്രിഗേറ്റിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ ഒരു ലോഡ് അല്ലെങ്കിൽ ഒരു ഗ്രാജുവൽ ലോഡ് വരിക. ഓക്കെ, ആ ഗ്രാജുവൽ ലോഡ് വരുമ്പം അതിന് അഗെയിൻസ്റ്റ് ആയിട്ടുണ്ടാകുന്ന റെസിസ്റ്റൻസിനെയാണ്, ആ റെസിസ്റ്റൻസ് അഗെയിൻസ്റ്റ് ഗ്രാജുവൽ ലോഡിനെയാണ് നമ്മൾ സ്ട്രെങ്ത് ഓഫ് അഗ്രിഗേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ സ്ട്രെങ്ത് അസസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടെസ്റ്റാണ് അഗ്രിഗേറ്റ് ക്രഷിംഗ് ടെസ്റ്റ് എന്ന് പറയും. എന്താണ് അഗ്രിഗേറ്റ് ക്രഷിംഗ് ടെസ്റ്റ്? അപ്പോൾ ഈ ടെസ്റ്റിനും നമ്മൾ 12.5 mm ISCV കൂടെ പാസ് ചെയ്ത് 10 mm CVയിൽ റീറ്റെയിൻ ചെയ്യുന്ന എന്താണ് മെറ്റീരിയൽസ് ആണ്, അല്ലെങ്കിൽ അഗ്രിഗേറ്റ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഇവിടെ നമ്മൾ 3 ലെയറായിട്ടാണ് നമ്മൾ ഫില്ല് ചെയ്യുന്നത്. ഓരോ ലെയറിനെ 25 തവണ ടാമ്പ് ചെയ്യും. ആ ടാമ്പ് ചെയ്യുന്ന ഒരു ടാമ്പിംഗ് റോഡുണ്ട്, അതെന്ന് പറയുന്ന ഒരു 1.6 cm ഡയായും 45 to 60 cm ഫോളിൽ ആയിരിക്കും നമ്മൾ അവനെ ടാമ്പ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ഈ ടാമ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവനെ ക്രഷ് ചെയ്യണം അല്ലേ. ആ ക്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അറൗണ്ട് 40 ടണ്ണാണ് യൂസ് ചെയ്യുന്നത്. ആ അത്രയും ലോഡ് അപ്ലൈ ചെയ്യുന്ന 40 ടൺ ലോഡ് അല്ലേ, 40 ടൺ ലോഡ് അപ്ലൈ ചെയ്യുന്ന ഒരു റേറ്റ് ഉണ്ട്. എത്ര? 4 tons 1 മിനിറ്റിൽ വരത്തക്ക വിധത്തിൽ. അപ്പോൾ അറൗണ്ട് 10 minutes എടുത്തിട്ടാണ് ഈ അഗ്രിഗേറ്റ് സ്ട്രെങ്ത് ടെസ്റ്റ് നമ്മൾ ടെസ്റ്റ് ചെയ്ത് എടുക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് അഗ്രിഗേറ്റ് ക്രഷിംഗ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു അഗ്രിഗേറ്റ് ക്രഷിംഗ് വാല്യൂ കിട്ടും. ഓക്കെ, അഗ്രിഗേറ്റ് ക്രഷിംഗ് വാല്യൂ എന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ ആ ക്രഷ് ചെയ്ത മെറ്റീരിയൽ ഇല്ലേ, ക്രഷ് ചെയ്ത മെറ്റീരിയലിനെ നമ്മൾ 2.36 mm CV കൂടെ പാസ് ചെയ്യിക്കും. എന്നിട്ട് ആ 2.36 mm CV കൂടെ പാസ് ചെയ്ത വെയിറ്റ് ഡിവൈഡഡ് ബൈ നമ്മുടെ ടോട്ടൽ അഗ്രിഗേറ്റ് എത്രയാണ് എടുത്തത് അതിൻ്റെ വെയിറ്റ് ഇൻറ്റു 100 ആയിരിക്കും അഗ്രിഗേറ്റ് ക്രഷിംഗ് വാല്യൂ എന്ന് പറയുന്നത്. ഇനി അഗ്രിഗേറ്റ് ക്രഷിംഗ് വാല്യൂവിനെ പറ്റിയിട്ട് IRC കുറച്ച് റെക്കമെൻഡേഷൻ പറയുന്നുണ്ട്. ഓക്കെ, എന്താ, സ്ട്രോങ് അഗ്രിഗേറ്റ് ആണെങ്കിൽ ക്രഷിംഗ് വാല്യൂ കുറവായിരിക്കും. എന്താ, നമുക്ക് ഈ 2.3 നല്ല സ്ട്രോങ് ആവും, ഒത്തിരി ഒന്നും പൊടിഞ്ഞു പോകത്തില്ലേ ക്രഷ് ചെയ്യുമ്പോൾ. അപ്പോൾ ന്യൂമറേറ്റർ കുറയുമ്പോൾ എന്ത് ചെയ്യും, അഗ്രിഗേറ്റ് ക്രഷിംഗ് വാല്യൂ നോർമലി കുറയും. ബേസ് കോഴ്സ് ഒക്കെ ആണെങ്കിൽ അഗ്രിഗേറ്റ് ക്രഷിംഗ് വാല്യൂ അറൗണ്ട് ഗ്രേറ്റർ ദാൻ 45 ഒക്കെ ആവാം. സർഫസ് കോഴ്സിനാണെങ്കിൽ അഗ്രിഗേറ്റ് ക്രഷിംഗ് വാല്യൂ അറൗണ്ട് ഗ്രേറ്റർ ദാൻ 30 ആയിരിക്കണം. ഓക്കെ, ഇത്രയൊക്കെയാണ് അഗ്രിഗേറ്റ് ക്രഷിംഗ് വാല്യൂവിൽ നിന്ന് നമുക്ക് വരുന്നത്. അപ്പോൾ ഈ 45, 30, 35 അതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോവാതെ പഠിച്ചു വെക്കുക. ഒത്തിരി പെർസെൻറ്റേജ് അത് ഇതൊക്കെ ഇതിൽ വരുന്നുണ്ട്, അതിപ്പോൾ ഷോർട്ട് നോട്ടായിട്ട് എഴുതി വെക്കണേ. ഇനി അടുത്തത് ഹാർഡ്നെസ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. ഹാർഡ്നെസ് എന്ന് പറയുമ്പോൾ എന്താ, ഹാർഡ് റെസിസ്റ്റൻസ് ടു അബ്രാഷന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസിനെയാണ് നമ്മൾ ഹാർഡ്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം സ്റ്റാൻഡേർഡ് അബ്രാഷൻ ടെസ്റ്റ് ഉണ്ട്. ഓക്കെ, അതായത് അബ്രാഷൻ ടെസ്റ്റ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് ടെസ്റ്റുകളുണ്ട്. ഒന്നാമത്താണ് ലോസ് ഏഞ്ചലസ് അബ്രാഷൻ ടെസ്റ്റ്, അടുത്തത് ഡേവൽ അബ്രാഷൻ ടെസ്റ്റ്, അടുത്തത് ഡോറി അബ്രാഷൻ ടെസ്റ്റ്. 3 അബ്രാഷൻ ടെസ്റ്റുകളുണ്ട്. ഈ 3 അബ്രാഷൻ ടെസ്റ്റുകൾ തന്നെയാണ് നമ്മൾ സാധാരണ ലാബിൽ ചെയ്യുന്ന. ഏതാ, ലോസ് ഏഞ്ചലസ് അബ്രാഷൻ ടെസ്റ്റാണ് നമ്മൾ ലാബിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ലോസ് ഏഞ്ചലസ് അബ്രാഷൻ ടെസ്റ്റിൽ എന്താ, അബ്രാഷൻ റെസിസ്റ്റൻസ് ടു അബ്രാഷൻ അല്ലെങ്കിൽ എന്താ ഓർ ഇമ്പാക്ട് ഈസ് ഇവാലുവേറ്റഡ് ഇൻ ദിസ് മെത്തേഡ്. അപ്പോൾ ലോസ് ഏഞ്ചലസ് അബ്രാഷൻ ടെസ്റ്റിൽ എന്താ ചെയ്യുന്നത്, റെസിസ്റ്റൻസ് ടു അബ്രാഷൻ ഓർ ഇമ്പാക്റ്റ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 5 to 10 കിലോഗ്രാം സ്പെസിമെൻ എടുത്തു കഴിഞ്ഞിട്ട് നമ്മളൊരു ഡ്രമ്മിനകത്തിടും അല്ലേ, എന്നിട്ട് ആ ഡ്രമ്മിനെ അറൗണ്ട് 30 to 33 റൊട്ടേഷൻസ് പെർ മിനിറ്റിൽ നമ്മൾ എന്ത് ചെയ്യും, റിവോൾവ് ചെയ്യും. അത്ര റിവോൾവ് ചെയ്തിട്ട് ഒരു 500 to 1000 റൊട്ടേഷൻ റെവല്യൂഷൻസ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഗ്രേഡിങ് നോക്കും, സ്പെസിമെൻ്റെ ഗ്രേഡിങ് നോക്കും. ഗ്രേഡിങ് നോക്കിയിട്ട് അബ്രാഷൻ വാല്യൂ നമ്മൾ റിപ്പോർട്ട് ചെയ്യും. എങ്ങനെ അബ്രാഷൻ വാല്യൂ റിപ്പോർട്ട് ചെയ്യുന്നത്, ഇത്രയും നേരം നമ്മൾ 2.36 mm സീവ് എടുത്തത്, ഇവിടെ നമ്മൾ 1.7 mm സീവ് എടുത്തിട്ട് അതിൽ കൂടെ പാസ് ചെയ്യുന്ന അഗ്രിഗേറ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ വെയിറ്റ് ഓഫ് അഗ്രിഗേറ്റ് ഇൻറ്റു 100 ആണ് നമ്മൾ അബ്രാഷൻ വാല്യൂ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, റിപ്പോർട്ട് ചെയ്യുക. അടുത്തത് ഓക്കെ, ഈ അബ്രാഷൻ വാല്യൂവിൻ്റെ കാര്യം പറഞ്ഞത് ഇങ്ങനെ ഇരിക്കും. ലോസ് ആഞ്ചലസ് അബ്രാഷൻ ടെസ്റ്റിംഗ് മെഷീനുകളൊക്കെ ലാബിൽ ചെയ്തിട്ടുണ്ട്. ഇതുപോലെയുള്ള സ്റ്റീൽ ബോളുകൾ അതിനെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ അബ്രാഷൻ വാല്യൂ സിമെൻറ്റ് കോൺക്രീറ്റ് പേയ്മെൻ്റ് ആണെങ്കിൽ അബ്രാഷൻ വാല്യൂ ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 16, അതായത് 16ൽ കൂടാൻ പാടില്ല. അത് 16ന് താഴെ വരാവുള്ളൂ സിമെൻറ്റ് കോൺക്രീറ്റ് പേയ്മെൻറ്റിൽ യൂസ് ചെയ്യുന്ന അഗ്രിഗേറ്റ്സിൻ്റെ അബ്രാഷൻ വാല്യൂ. ഇനി ബിറ്റുമിനസ് മിക്സ് വിയറിംഗ് കോഴ്സ്, നമ്മുടെ സർഫസിൽ ബിറ്റുമിൻ ആണ് യൂസ് ചെയ്യുന്നത്. ഒരു ഫ്ലെക്സിബിൾ പേയ്മെൻ്റ് ആണെങ്കിൽ അങ്ങനെയുള്ള സർഫസുകളിൽ ഇറ്റ് ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 30 ആണ്. ഓക്കെ, ഇനി ഈ ബിറ്റുമിനസ് ബോൺ മക്കാഡാം റോഡിൻ്റെ ബേസ് കോഴ്സ് എന്ന് പറയുമ്പോൾ ഏറ്റവും താഴെ വരുന്ന കോഴ്സ്
ബേസ് കഴിഞ്ഞിട്ടുള്ള സബ് ബേസ്. ആ ബേസ് കോഴ്സിൽ വരുന്നത് അബ്രാഷൻ വാല്യൂ അറൗണ്ട് 50 വരെ ആകാം, അത് 50ൽ കൂടാൻ പാടില്ല. ഓക്കെ, അപ്പോൾ അബ്രാഷൻ വാല്യൂവിനെ പറ്റിയിട്ട് ഒരു ഐഡിയ കിട്ടിയല്ലോ. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് സ്പെസിഫിക് ഗ്രാവിറ്റീനെ പറ്റിയിട്ടാണ്. ഓക്കെ, സ്പെസിഫിക് ഗ്രാവിറ്റി നമ്മൾ GT-യിലൊക്കെ പഠിച്ചിട്ടില്ലേ? എന്താ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുമ്പോൾ എന്താ? ഗാമയുടെ റേഷ്യോ അല്ലേ, നമ്മുടെ മെറ്റീരിയലിന്റെ ഗാമ യൂണിറ്റ് വെയിറ്റിന്റെ റേഷ്യോ, ഗാമയുടെ റേഷ്യോ ഡിവൈഡ് ബൈ വാട്ടറുടെ യൂണിറ്റ് വെയിറ്റ്, അതിനാണ് നമ്മൾ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ഒരു ഗുഡ് റോഡ് അഗ്രിഗേറ്റ് ആണെങ്കിൽ അതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി റേഞ്ച് എന്ന് പറയുന്നത് 2.6നും 2.9നും ഇടയിലായിരിക്കണം നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന റോഡ് അഗ്രിഗേറ്റ്സിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി. ഓക്കെ, പൈക്കണോമീറ്റർ ടെസ്റ്റ് ഒക്കെ ചെയ്ത് ഓർക്കുന്നുണ്ടോ? ഒരു ഗ്ലാസ് ജാറിനകത്ത് ഇതുപോലെ അഗ്രിഗേറ്റ്സ് എടുത്തിട്ട് പൈക്കണോമീറ്റർ ടെസ്റ്റ്, വേറെ ടെസ്റ്റ് ഒക്കെ ഉണ്ട് സ്പെസിഫിക് ഗ്രാവിറ്റിക്ക്. മെയിൻലി വരുന്ന നമ്മൾ ലാബിൽ ചെയ്യുന്ന പൈക്കണോമീറ്റർ ടെസ്റ്റ്. ഇനി അടുത്തത് വാട്ടർ അബ്സോർപ്ഷൻ. നമ്മൾ ബ്രിക്കിനൊക്കെ വാട്ടർ അബ്സോർപ്ഷൻ പറഞ്ഞില്ലേ, അതുപോലെ നമ്മൾ ഈ സ്റ്റോണിന് വാട്ടർ അബ്സോർപ്ഷൻ ചെയ്യുമ്പോൾ ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 0.6% എന്നാണ്. 0.6% ബൈ വെയിറ്റ് ആയിരിക്കണം. ഓക്കെ, 6 അല്ല, 0.6% ബൈ വെയിറ്റ് ആണ്. ഓക്കെ, അപ്പോൾ വാട്ടർ അബ്സോർപ്ഷൻ വാല്യൂ ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 0.6% ബൈ വെയിറ്റ് ആണ്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ആംഗുലാരിറ്റി നമ്പറിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഓക്കെ, ഇനി ആംഗുലാരിറ്റി നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു അഗ്രിഗേറ്റിന് ആംഗുലാരിറ്റി നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് മെഷേഴ്സ് ദ വോയിഡ്സ് ഇൻ എക്സസ് ഓഫ് റൗണ്ടഡ് ഗ്രാവൽ. ഓക്കെ, അതായത് നമ്മൾ ഈ റൗണ്ടഡ് ആയിട്ട് പണ്ട് നമ്മൾ ഈ സോളിഡിന്റെ ഈ സ്ഫിയറിന്റെ ഒക്കെ കാര്യം പഠിച്ച +2 നമ്മൾ സോളിഡ് സ്റ്റേറ്റ് പഠിക്കുമ്പോൾ ഈ നമ്മൾ ഇത് ഇങ്ങനെ ഈ സ്ഫിയേഴ്സ് ഇങ്ങനെ അടുക്കി വെക്കുന്ന പോലത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചില്ലേ? അപ്പോൾ അതിൽ നമ്മൾക്ക് പറയുന്നുണ്ട് എന്താണ്, നമ്മൾ നല്ല മാക്സിമം കോമ്പാക്റ്റഡ് ആയിട്ട് ഇങ്ങനെയൊക്കെ സ്ഫിയറിന് അറേഞ്ച്മെന്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ, ഒരു ക്യൂബിക്കൽ സ്പേസിൽ നമ്മൾ ഇങ്ങനെ സ്ഫിയേഴ്സിനെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അറൗണ്ട് വരുന്ന വോയിഡ്സ് എന്ന് പറയുന്നത് 33% ആയിരിക്കും. ഓക്കെ, അപ്പോൾ എന്താ, ആ 33%ൽ എക്സസ് ആയിട്ട് അവിടെ എത്ര വോയിഡ്സ് ഉണ്ട്, അതാണ് നമ്മൾ ആംഗുലാരിറ്റി നമ്പർ ആയിട്ട് മെഷർ ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്താ ആംഗുലാരിറ്റി നമ്പറിന്റെ ഡെഫിനിഷൻ എന്താ? ഫോർ എനി അഗ്രിഗേറ്റ് ഇറ്റ് മെഷേഴ്സ് ദ വോയിഡ്സ് ഇൻ എക്സസ് ഓഫ് റൗണ്ടഡ് ഗ്രാവൽ ഫോർ വിച്ച് വോയിഡ് റേഷ്യോ 33. അപ്പോൾ വോയിഡ് റേഷ്യോ 33ൽ കൂടുതലായിട്ട് അവിടെ എത്ര വോയിഡ്സ് ഉണ്ടെന്നാണ് നമ്മളിവിടെ മെഷർ ചെയ്യുക. അപ്പോൾ ആംഗുലാരിറ്റി നമ്പറിന്റെ ഇക്വേഷൻ, നമ്മൾ ആംഗുലാരിറ്റി നമ്പർ കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമ്മൾ ചെയ്യുന്നത്? ഈ 33 പോയി കഴിഞ്ഞാൽ ബാക്കി 67 അല്ലേ ഉള്ളത്. 67ൽ നിന്ന് നമ്മൾ പെർസെൻറ്റേജ് സോളിഡ് വോളിയം കുറയ്ക്കും. ഓക്കെ, 67ൽ 33 വോയിഡ് പോയി, അത് സ്റ്റാൻഡേർഡ് കേസ്. ബാക്കി 67 ഉള്ളത്. 67ൽ നിന്ന് പെർസെൻറ്റേജ് സോളിഡ് വോളിയം എന്ത് ചെയ്യുക? കുറയ്ക്കുക. അപ്പം നമുക്ക് എന്ത് കിട്ടും? നമുക്ക് എത്ര ആംഗുലാരിറ്റി നമ്പർ എന്ന് ഒരു നമ്പറായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ പെർസെൻറ്റേജ് സോളിഡ് വോളിയം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? 67ൽ നിന്ന് നമ്മൾ പെർസെൻറ്റേജ് സോളിഡ് വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 ഇൻറ്റു നമ്മുടെ വെയിറ്റ് ഡിവൈഡഡ് ബൈ C ഇൻറ്റു G എന്ന്. ഓക്കെ, വെയിറ്റ് W എന്ന് പറഞ്ഞാൽ എന്താ? മീൻ വെയിറ്റ് ഓഫ് അഗ്രിഗേറ്റ്സ് ഇൻ ദ സിലിണ്ടർ. അതായത് നമ്മൾ ആ യൂസ് ചെയ്യുന്ന സിലിണ്ടറിൽ നമ്മൾ ഫില്ല് ചെയ്തേക്കുന്ന അഗ്രിഗേറ്റ്സിന്റെ മീൻ വെയിറ്റ് ആണ് W എന്ന് പറയുന്നത്. C എന്ന് പറഞ്ഞാൽ എന്താ? വെയിറ്റ് ഓഫ് വാട്ടർ റിക്വയർഡ് ടു ഫിൽ ദ സിലിണ്ടർ. അപ്പം നമുക്ക് ആ സിലിണ്ടർ ഫില്ല് ചെയ്യാൻ എത്ര വെള്ളം വേണം, ആ വെള്ളത്തിന്റെ വെയിറ്റ് ആണ് C. ഇനി അത് കഴിഞ്ഞിട്ട് G എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് അഗ്രിഗേറ്റ്. അപ്പം നമ്മൾ അങ്ങനെ ആംഗുലാരിറ്റി നമ്പർ കൊടുക്കണ്ടേ? 67 മൈനസ് നമുക്ക് ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ 100 ഇൻറ്റു, അതൊരു പെർസെൻറ്റേജ് ആയതുകൊണ്ട് 100 ഇൻറ്റു നമ്മുടെ വെയിറ്റ് ഓഫ് അഗ്രിഗേറ്റ് ഡിവൈഡഡ് ബൈ ആ സിലിണ്ടർ ഫില്ല് ചെയ്യാൻ എത്ര വെള്ളം വേണം, അതിൻ്റെ വെയിറ്റ് ഇൻറ്റു സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് കിട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആംഗുലാരിറ്റി നമ്പർ എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇങ്ങനെ അല്ലെങ്കിൽ ഈ ഇക്വേഷൻ അല്ലാതെ വേറൊരു ഇക്വേഷൻ ഉണ്ട് ആംഗുലാരിറ്റി നമ്പറിന്. അതായത് നമ്മൾ എത്ര വോളിയം ഓഫ് വാട്ടർ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, വോളിയം ഓഫ് വാട്ടർ ആഡഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ഓഫ് സിലിണ്ടർ ഇൻറ്റു 100 മൈനസ് 33. ഇതിപ്പോൾ സോളിൻ്റെ വോളിയത്തിലും ഇതിപ്പം വോയിഡിൻ്റെ വോളിയത്തിലും കിട്ടും. നമ്മൾ എത്ര വെള്ളം ആഡ് ചെയ്തു. ഓക്കെ, വോളിയം ഓഫ് വാട്ടർ അല്ലെങ്കിൽ വോളിയം ഓഫ് വാട്ടർ ആഡഡ് ഡിവൈഡഡ് ബൈ എന്താ നമ്മുടെ ആ സിലിണ്ടറിൻ്റെ ടോട്ടൽ വോളിയം. ഓക്കെ, സിലിണ്ടറിൻ്റെ ടോട്ടൽ സിലിണ്ടർ വോളിയം ഇൻറ്റു 100. അപ്പം നമുക്ക് എത്ര കിട്ടും? ആ ടോട്ടൽ പെർസെൻറ്റേജ് കിട്ടും. അതിൽ നിന്ന് എന്താ നമ്മൾ 33 എത്ര എക്സസ് ആണെന്നല്ലേ ചോദിച്ചേക്കുന്നത്, അതിൽ നിന്ന് മൈനസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആംഗുലാരിറ്റി നമ്പർ കിട്ടും. ഓക്കെ, ഇനി ഹയർ ആംഗുലാരിറ്റി നമ്പറാണ്. ആംഗുലാരിറ്റി നമ്പർ വളരെ കൂടുതലാണെങ്കിൽ എന്താ? നമ്മുടെ അഗ്രിഗേറ്റ്സ് മോർ ആംഗുലർ ആണെന്നാണ് അർത്ഥം. ഓക്കെ, ഇനി നമ്മൾ കൺസ്ട്രക്ഷൻ പർപ്പസിന് സാധാരണ യൂസ് ചെയ്യുന്ന ഒരു ആംഗുലാരിറ്റി നമ്പറിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 0 to 11 ആണ്. ഓക്കെ, ഇനി നമ്മൾ ആംഗുലാരിറ്റി നമ്പർ നമുക്കൊരു പോയിന്റ് ഒക്കെ ഇട്ടൊരു ഡെസിമൽ പ്ലേസിലാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ അതിനെ എക്സ്പ്രസ് ചെയ്യേണ്ടത് എന്തായിട്ടായിരിക്കണം? നിയറസ്റ്റ് ഹോൾ നമ്പർ ആയിട്ട് വേണം നമ്മൾ അതിനെ എക്സ്പ്രസ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. ഇനി നമുക്ക് പഠിക്കേണ്ട മെറ്റീരിയൽ എന്ന് പറയുന്നത് ബിറ്റുമിൻ ആണ്. ഓക്കെ, ബിറ്റുമിനെ പറ്റിയിട്ടാണ് ഇനിയും പഠിക്കേണ്ടത്. നമുക്ക് അഗ്രിഗേറ്റ്സിനെ പറ്റിയിട്ടും പിന്നെ നമ്മൾ സബ്ബേസിനെ പറ്റിയിട്ടും ഒക്കെ ടെസ്റ്റും ഒക്കെ പഠിച്ചു. ഇനി നമുക്ക് ഹൈവേ മെറ്റീരിയൽസിൽ പഠിക്കാനുള്ള ബിറ്റുമിനെ പറ്റിയിട്ടാണ്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്കിനി നോക്കാം.